കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ 5-ൽ പരം ക്ലാസ്സുകൾ പ്രായോഗിക സുവിശേഷീകരണത്തെക്കുറിച്ച് നാം ചിന്തിപ്പാനിടയായി. ഞാൻ എൻ്റെ ഹെഡ്ലൈൻസ് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു നിങ്ങളെ. ഞാൻ യൂട്യൂബിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വോളിയമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാൻ അവസരം കിട്ടുമ്പോൾ അത് കേൾക്കുകയും സുവിശേഷാത്മാവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് പങ്കുവെച്ചാൽ അവർക്ക് ഈ എൻഡ് ടൈമിൽ കർത്താവിൻ്റെ വേലയിൽ പങ്കാളിത്തം വഹിപ്പാനിടയായിത്തീരും എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഏറ്റവും വലിയ ഉദ്യോഗം കർത്താവിൻ്റെ വേലയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഒരാത്മാവിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തിരുവചനം പറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ചിന്തിപ്പാനിടയായി. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയെക്കുറിച്ച് ചിന്തിച്ചു. ഭൂമിയിലെ നരക ദിവസം എന്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ എവറി സെക്കൻഡ് സിന്നേഴ്സ് ആർ ഗോയിങ് ടു ഹെൽ. അപ്പോൾ ഓരോ നിമിഷവും പാപികൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നരകം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയാണ്. എന്നാൽ കർത്താവിനെ അനുസരിക്കാത്തവർ, തൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർ തൻ്റെ സന്നിധാനം, തൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമുക്ക് ചുറ്റും നഷ്ടപ്പെട്ട കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഈ പട്ടണത്തിൽ ഒരു മെഴുകുതിരി കൊണ്ടുപോയാൽ നിറഞ്ഞു കത്തിക്കിടക്കുമ്പോൾ അതിന് പ്രാധാന്യതയൊന്നുമില്ല. പക്ഷെ ഒരു കാട്ടിൽ നിങ്ങൾ ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി വരച്ചിട്ടാൽ നേരം പുലരുമ്പോൾ ആ ദേശത്തിൽ അഗ്നിപ്രവാഹമുണ്ടാകും. ഇതുപോലെയാണ് ജീവിക്കുന്ന ഒരു ദൈവവേദന. നാളെ കാട്ടിന് തീയിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലോ? ജീവിക്കുന്ന ഒരു ദൈവവേദന ഒരു വെളിച്ചമായി ഒരു ദേശത്തുണ്ടെങ്കിൽ വലിയ ദൈവപ്രവർത്തി ഉണ്ട്. വലിയ ദൈവപ്രവർത്തി. അനേക വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ ഒരു കൽപ്പണിക്കാരനായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ദൈവവേദന പണിക്ക് പോയി. സാധാരണ 8 മണിക്ക് ആളുകൾ പണിക്കിറങ്ങുമ്പോൾ അദ്ദേഹം 7:30 മുമ്പേ ഇറങ്ങും. 5 മണിക്ക് ആളുകൾ കൈകഴുകി കയറുമ്പോൾ 5:30 കഴിഞ്ഞ പുള്ളി കൈകഴുകി കയറുന്നു. പണി നല്ലതായതുകൊണ്ട് ആ വീട്ടുകാരൻ അദ്ദേഹത്തെ സ്ഥിരം പാർപ്പിക്കാൻ തീരുമാനിച്ചു. പറമ്പ് മുഴുവൻ കെട്ടണം. പക്ഷേ ഇദ്ദേഹത്തിന് കിടക്കാൻ കൊടുത്ത സ്ഥലം എരുത്തിലിന്റെ സൈഡിലാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ എരുത്തിലിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം, പാട്ടിന്റെ ശബ്ദം, രാത്രിയിലെല്ലാം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറ്റബോധം ഉണ്ടായിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്ത് തിണ്ണെ കിടന്നോളാം. സന്തോഷത്തോടെ അദ്ദേഹം തിണ്ണെ കിടന്നു. എന്തിനു പറയുന്നു? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരെ ദൈവം സന്ദർശിച്ചു. ആ കൽപ്പണിക്കാരൻ നിമിത്തം ആ കുടുംബം രക്ഷിക്കപ്പെടുവാനിടയായി. അവർ സ്നാനപ്പെടുവാനിടയായി. അവർ ദൈവസന്നിധിയിൽ വരാനിടയായി. സഹോദരങ്ങളെ, നമ്മുടെ തൊഴിൽ ചെറുതോ വലുതോ അത് വിഷയമല്ല. നാം വഹിക്കുന്ന ക്രിസ്തുവാണ് എവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പൈലറ്റിന്റെ ജോലി ചെയ്താലും തോട്ടിപ്പണി ചെയ്താലും, ഞാൻ സാധാരണ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും വേസ്റ്റ് വാരുന്നവരെ കണ്ടാൽ ഞാൻ അവിടെ വണ്ടി നിർത്തും. ചില സന്ദർഭം വലിയ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ നിർത്തിയിട്ട് അടുത്ത് കടയുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചായ മേടിച്ചു കൊടുക്കും. എന്നിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. എന്നിട്ട് ഞാൻ അവിടെ പറയും, നിങ്ങൾ ഏറ്റവും അതിമഹത്തായ ഒരു തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നത്. കരഞ്ഞിട്ടുണ്ട് അവരെന്നോട്, പൊന്നു സാറ്, ഞങ്ങൾ ഈ പണി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ഹീനമായിട്ട് ആളുകൾ കാണുന്നത്. പക്ഷെ സാറ് മാത്രമേ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു. അപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യുവാനും സ്നേഹിപ്പാനും കരുതാനും
ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. സ്തോത്രം. നമ്മള് ദൈവമക്കളാകുമ്പോൾ ഓർത്തിരിക്കണം. നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചു, നമുക്ക് ഓട്ടം 40 രൂപയുടെയാണ്. 10 രൂപയുടെ അങ്ങ് പോട്ടെ, 50 രൂപ കൊടുക്കണം. ആ 40 രൂപയ്ക്ക് നമ്മൾ ഒരു 5 രൂപയുടെ കുറച്ചു കൊടുക്കാൻ ഒരിക്കലും നിൽക്കരുത്. സുവിശേഷത്തിന്റെ വാതിൽ തുറക്കപ്പെടാൻ നമ്മൾ വില കൊടുക്കണം. ഒരിക്കൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 97-ലാണ് എൻ്റെ ചേത്തക്ക് എൻ്റെ ക്ലച്ചും ബ്രേക്കും പ്രശ്നമായി. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ട് വന്ന് ബജാജിന്റെ ഷോറൂമിൽ കൊടുത്തപ്പോൾ പണിത് 1300 1400 രൂപ ആയി. അപ്പോൾ ഇത് പണിയുന്നത് ബിജു എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. അപ്പോൾ ബിജു ഇത് നോക്കിയിട്ട് പറഞ്ഞു, പക്ഷേ 10,400 രൂപയുടെ പണിയുണ്ട്. അപ്പൊ ഞാൻ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഈ 400 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞു, എടാ മോനെ, എൻ്റെ ഈ 400 രൂപയുള്ളല്ലോ, പാസ്റ്റർ അങ്ങോട്ട് കയറ്റിക്ക്, ബാക്കി ഞാൻ കൊടുത്തോളാം. RSS പയ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ പണി തീർന്നും ബില്ല് വന്നപ്പോൾ 1400 രൂപ. അതെ. അപ്പോൾ 400 രൂപ ഞാൻ കൊടുത്തപ്പോൾ ബിജു പറഞ്ഞു, സാറേ എൻ്റെ ഓണത്തിന്റെ ബോണസിൽ നിന്ന് കട്ട് ചെയ്തോളാം. അപ്പൊ പറയടാ, ഇവന്മാരൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ പൈസ വരുന്നവരാ, പാസ്റ്റർമാർക്ക് നീ എന്തിനാ ഇത് ചെയ്യുന്നത്? അപ്പോൾ ബിജു പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിച്ച പാസ്റ്റർ അല്ലേ ഇത്, ഈ പാസ്റ്ററിനെ എനിക്കറിയാം. പ്രൈസ് ഗോഡ്. അതിനൊരു കാരണമുണ്ട്. അതിന്റെ തലേ വർഷം വണ്ടിപ്പണി പെയിന്റിങ്ങിന് കയറ്റി പെയിന്റിങ് എല്ലാം ചെയ്ത് ബിജു വൃത്തിയാക്കി അവിടെ കൊണ്ടുവന്നപ്പം 4,600 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ചാർജ്. ഞാൻ 5,000 രൂപ എടുത്ത് കൈ കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞ, പാസ്റ്ററെ ഇത് കൂടുതലാ. ഞാൻ പറഞ്ഞു, കൂടുതലൊന്നുമല്ല മോനെ, ഇരിക്കട്ടെ, നിന്റെ പണി വൃത്തിയായി, നീ വിശ്വസ്തയോടെ അത് ചെയ്തു തന്നല്ലോ. ഇത് പറഞ്ഞേച്ച് എന്നാ എനിക്ക് പാസ്റ്ററിന്റെ കൂടെ 5 മിനിറ്റ് ഇരിക്കണം. അവൻ നേരെ മുറിക്കകത്ത് കയറി വന്നിരുന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞു, മക്കളെ ചായ ഇട്ടു. 5 മിനിറ്റ് അവനോട് ഇരുന്നു. അവനൊരു വല്ലാത്ത ഒരു ഫീലിങ്ങും. എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒരു പാസ്റ്ററിനെ കണ്ടിട്ടില്ല. ബില്ലിനേക്കാൾ 100-400 രൂപയുടെ എക്സ്ട്രാ തരുന്ന ഒരു പാസ്റ്ററിനെ, എന്നിട്ട് ഇവൻ ഇരുന്ന് സ്റ്റോറി പറയുക. ഞങ്ങളെ പഠിപ്പിക്കുന്നതേ, ഞങ്ങളെ ശാഖയിലൊക്കെ പഠിപ്പിക്കുന്നത് നിങ്ങളെ ശരിക്കും കൈകാര്യം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെയുള്ള സ്വഭാവമുള്ളവരെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? ഇത് പറഞ്ഞേച്ച് അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. സ്തോത്രം. എന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, എനിക്കുണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവിനെ നേടാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാന് അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനൊരു ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. ബിജുവിന് എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ആഗ്രഹം തോന്നിയാൽ, ഒരു വിഷമോ ഒരു പ്രയാസമോ ഒക്കെ വന്നാൽ, ഈ പുസ്തകത്തിന്റെ താളുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. എന്തായാലും പാസ്റ്റർ തന്നെയല്ലേ, ഞാനിത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. പിറ്റേ വർഷമാണ് ഞാൻ ആ ഷോറൂമിൽ ക്ലച്ചും ബ്രേക്കും എല്ലാം കൂടെ നന്നാക്കാൻ ചെന്നപ്പോൾ അവന്റെ ഓണത്തിന്റെ ബോണസ് 1000 രൂപ എൻ്റെ വണ്ടി നന്നാക്കണം. ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. ദേശം നോക്കത്തില്ല, ആളിനെ നോക്കത്തില്ല. എന്താണെന്നറിയാം? കൊടുത്ത സ്നേഹം, കൊടുത്ത കരുതൽ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ക്രൂശിന്റെ സ്നേഹം സ്പ്രെഡ് ചെയ്യേണ്ടത് വാക്കുകളിലൂടെയല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. സ്തോത്രം. യേശുവിനെ അവരുടെ ഉള്ളിൽ എത്തിക്കേണ്ടത്, പ്രൈസ് ലോർഡ്, നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ, നല്ല വസ്ത്രമില്ലാത്ത ആളുകളെ കാണുമ്പോൾ, വൈ കാൻ't you share? സ്തോത്രം. അപ്പോൾ നമ്മുടെ വസ്ത്രം അവരോട് സുവിശേഷം പറയും. മഹാനായിരുന്ന സെയിന്റ് അഗസ്റ്റീൻ ഒരു ദിവസം ശിഷ്യന്മാരോട് പറഞ്ഞു, നാളെ നമ്മൾ ഔട്ട്റീച്ചിന് പോവുകയാണ്, ഇവാഞ്ചലിസത്തിന് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ വിറവെടുത്തുകൊണ്ട് പോകുന്ന ഒരു അമ്മച്ചി ക്ഷീണിച്ച് അവിടെ കുത്തിയിരുന്നു. സെയിന്റ് അഗസ്റ്റീൻ ആ വിറവെടുത്ത് തലയിൽ വെച്ചു, നേരെ വീട്ടിൽ കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ പാടത്ത് കൊയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഒരാള് തലവേദനയായിട്ട് അവിടെ ഇരിക്കുകയാണ്.
ബാക്കിയുള്ളവരുടെ എല്ലാം കൊയ്തു പോകുന്നു. പക്ഷെ സെയിന്റ് അഗസ്റ്റീൻ ആ കൊങ്ങിയിരുമ്പെടുത്ത് പാടം കൊയ്യാനിടയായി. സ്തോത്രം. വഴിത്തലക്കിലിരുന്ന ഒരു പിച്ചക്കാരനെ കുളിപ്പിച്ച് വൃത്തിയാക്കി. അപ്പോഴേക്കും സന്ധ്യയായി. അപ്പൊ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, ഗുരു, നമ്മൾ രാവിലെ വലിയ കാര്യത്തെ ഔട്ട്റീച്ചിനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ, പക്ഷേ ഗോസ്പൽ ഇതുവരെ ഷെയർ ചെയ്തില്ലല്ലോ. സ്തോത്രം. സെന്റ് അഗസ്റ്റീൻ പറഞ്ഞു, നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുകയായി. നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ശബ്ദമായിരിക്കും ഒരാളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും. അല്ലെ അംഗീകാരത്തിന്റെ ഒരു തലോടലായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ യേശുവിന്റെ ഹൃദയത്തിന്റെ വിശാലത പോലെ മറ്റൊരാളുടെ വേദനയ്ക്ക് ഒരു രഹസ്യ സ്ഥലമുണ്ടെന്ന് കണ്ടാൽ ഹൃദയം അടുത്തു വരും. സ്തോത്രം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഹൃദയങ്ങളെ കിട്ടുന്നില്ല എന്ന്. ഈ പ്രയർ ലൈനിൽ നമ്മൾ വരുമ്പോൾ പേഴ്സണലായി എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരു വിഷയം തന്നാൽ, ഇനി ലൈവ് കേൾക്കുന്നവരോടും കൂടെ ഞാൻ പറയുകയാണ്, ഇത് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന യൂട്യൂബിലൂടെ എന്നെ കേൾക്കുന്നവരോടും പറയാം, പേഴ്സണലി ഒരാൾ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം നിങ്ങൾക്ക് തന്നു, അത് നിങ്ങളുടെ ശവക്കുഴിയിൽ പോകുന്നതല്ല, അത് ലോകത്തിൽ ആരും അറിയാം. പേഴ്സണലി പ്രാർത്ഥിക്കണം. എന്നോടും എൻ്റെ വൈഫിനോടും അനേകം ആളുകൾ പേഴ്സണൽ പ്രയർ റിക്വസ്റ്റ് പറയും. അത് ഞങ്ങളുടെ ശവപ്പെട്ടി പോകുന്നതല്ലാതെ ലോകത്തിൽ സർട്ടൻ വിഷയം വൈഫിനോട് പറയും പ്രാർത്ഥിക്കാൻ, അതെന്നോട് ഷെയർ ചെയ്യത്തില്ല. കാരണം നാം ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ വിശ്വസ്തത പാലിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് രഹസ്യങ്ങൾ ദൈവസന്നിധിയിൽ സൂക്ഷിക്കാൻ ദൈവമക്കൾ എപ്പോഴും തയ്യാറായിരിക്കും. നാളെയുടെ ദിവസങ്ങളിൽ ദൈവം നിങ്ങളിലൂടെ ഓരോരുത്തരിലൂടെയും വ്യത്യസ്ത നിലകളിൽ മിനിസ്ട്രി അതാത് രാജ്യങ്ങളിൽ ദൈവം ആരംഭിക്കും. അപ്പോൾ ഒരാളുടെ വീട്ടിലെ കുറവ് അടുത്ത വീട്ടിൽ ഷെയർ ചെയ്തു. സ്തോത്രം. നിങ്ങൾ കർത്താവിൻ്റെ വേലയുടെ നായകത്വം ആയിരിക്കുന്ന സ്ഥലത്ത് വഹിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. $1000 തരുന്ന ആളിനെ കൂടുതൽ സ്നേഹിക്കാനോ $500 തരുന്ന ആളിനെ ആ ലെവലിൽ സ്നേഹിക്കാനോ. പണ്ടൊരു സായിപ്പ് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ലീഡറിനോട് ചോദിച്ചു, എത്ര ഡോളറിന്റെ സർമണാണ് നിനക്ക് വേണ്ടിയത്? അങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല. ഓക്കെ, തിരിച്ചറിയണം. ചിലപ്പോൾ ഒരു പെനി പോലും തരാൻ കാണത്തില്ല ചിലർക്ക്, പക്ഷെ നിങ്ങൾ അവരെ ഒത്തിരി സ്നേഹിക്കണം. കാരണം അവരുടെ പെയിൻ, അവർ ഒരുപക്ഷെ നല്ല സമയങ്ങളിൽ അവരൊത്തിരി ഇൻവെസ്റ്റ് ചെയ്തവരായിരിക്കും. അവരുടെ പുറമേയുള്ള ചട്ടങ്ങള് സ്ഥിതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ സെറ്റപ്പ് ആയിരിക്കും. 20 ട്രക്കും ഏതാണ്ട് ഒരു 25 കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കൊരു 500 രൂപ എണ്ണ അടിക്കാൻ ഇട്ട് തരണേ. സ്തോത്രം. എല്ലാം തകർന്ന് തരിപ്പണമായി. സഹോദരങ്ങളെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ കൂട്ടല്ല. ജീവിതം ഒരു സർക്കിളാണ്. ചില സന്ദർഭങ്ങളിൽ എല്ലാ താളങ്ങളും തെറ്റിയെന്ന് വരും. പക്ഷെ ഒരു ഫെലോഷിപ്പിലായിരിക്കുന്ന ഒരു ദൈവദാസനും ഒരു ദൈവദാസിയും അവരുടെ മുറിവുകൾ കെട്ടണം. നാം അവരെ സ്നേഹിക്കുമ്പോൾ ഒരു ബാധ്യതയായി പോകുമല്ലോ എനിക്ക്. നോ നോ നോ. അവർക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ നീ മേടിച്ചു കൊടുക്കണം. സ്തോത്രം. അവർക്ക് വസ്ത്രമില്ലെങ്കിൽ മേടിച്ചു കൊടുക്കണം. കാരണം ഇത് ഇൻഡസ്ട്രി അല്ല. ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ബെനിഫിറ്റ് അല്ല, ദൈവരാജ്യത്തിന്റെ ബെനിഫിറ്റാണ് നമുക്ക് ആവശ്യം. എന്റെയും നിങ്ങളുടെ എക്സ്പാൻഷൻ അല്ല ദൈവത്തിന്റെ സന്നിധി നാം നോക്കേണ്ടത്. എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിന് വേണ്ടി. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്താണ്? ആമേൻ, മേടിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് കർത്താവ് പഠിപ്പിച്ച ഉപദേശം. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർക്കേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു മറ്റുള്ളവരുടെ മുട്ട് തീർത്തു.
എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഒരു പെനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് ദൈവത്തിന്റെ കയ്യിലുണ്ട്. സ്തോത്രം. എന്റെ ദൈവം ഒരിക്കലും ഒരു നാളും ആർക്കും കടക്കാരനായിരിക്കും. കർത്താവിന് വേണ്ടി നിങ്ങൾ ഒരു വണ്ടിയിൽ ഒരാളെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുവിട്ടോ, അതിന് ഗ്യാസ് അടിച്ചോ, കർത്താവ് എഴുതി വെക്കും. ദൈവത്തിന്റെ കയ്യിൽ കറക്റ്റ് കൃത്യമായ കണക്കുണ്ടായിരിക്കും. അതിനൊരിക്കലും നിങ്ങൾ വറിയാകരുത്. Praise God. Praise Lord. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ 10 പേരേ ഉള്ളൂ, വിളിച്ചു ഒരിച്ചിരി ഫുഡും ഒക്കെ കൊടുത്ത്, ഒരു പാട്ടുമൊക്കെ പാടി, വേദപുസ്തകത്തിൽ ഒരു പോർഷനൊക്കെ വായിച്ച് ഒരു എൻകറേജ് ചെയ്ത് വിട്ടു. ഒരുപക്ഷെ നിങ്ങൾക്ക് അന്നേരം ഇച്ചിരി പൈസ ആയി കാണും. ആരും ഇൻവെസ്റ്റ് ചെയ്തെന്ന് വരത്തില്ല. നീഡ് നോട്ട് ടു വറി. നിങ്ങൾ കർത്താവിന് വേണ്ടി വിതച്ചിരിക്കുകയാണ്, ദൈവസന്നിധി വിതച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ വല്ലപ്പോഴും ഒന്ന് വിളിക്കണം. വിളിച്ച് ഒരു ഫുഡ് റെഡിയാക്കി ഒരു ഗെറ്റ് ടുഗദർ, അവരുടെ പ്രശ്നങ്ങൾ ഒരല്പസമയം കേൾക്കാനും, സ്തോത്രം, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ നാവിൽ വ്യക്തവും കൃത്യവുമായ ഹൃദയസ്പർശിയായ വചനങ്ങൾ തരും. ഊഹാപോഹത്തിൽ പ്രവചിക്കരുത്, എടുത്തിയാട്ടത്തിൽ കൈവയ്ക്കരുത്, ആവേശത്തിൽ ധൃതി വയ്ക്കരുത്. എല്ലാം വിനയത്തോടും താഴ്മയോടും സൗമ്യതയോടും എല്ലാം അത് ചെയ്തോളും. നിങ്ങൾക്കറിയാം, ഒരു മുറിയുടെ ഒരു കോർണർ ഇലക്ട്രിക്കൽ ലീക്കേജ് ഉണ്ടായാൽ എല്ലാ ഏരിയയിലും എർത്ത് ഔട്ട് ഉണ്ടാവും, എല്ലായിടും എർത്ത് ഉണ്ടാവും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവ സാന്നിധ്യം നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ അവിടെ വെളിപ്പെട്ടാൽ ആ റൂമിൽ കയറുന്നവരെല്ലാം അതിൻ്റെ ഉള്ളിലാണ്. സ്തോത്രം, അതിൻ്റെ ഉള്ളിലാണ്. കഴിഞ്ഞ ദിവസം നാം സിസ്റ്റർ സൂസനിൽ നിന്ന് കേട്ട കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ഹംബിളായി നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കും. സ്തോത്രം. ഇനി യാതൊരു സംശയമില്ല, സാത്താൻ നിങ്ങളുടെ പുറകെ നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നൊന്നും നിങ്ങൾ അറിയാകണ്ട. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രതിയോഗിയല്ല. കർത്താവ് ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാം. അതുകൊണ്ട് ഓർത്തിരിക്കണം, ഗോസ്പൽ ഷെയർ ചെയ്യാത്ത ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നരക ദിവസം. സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു എൻഡ് ടൈം ഗോസ്പൽ മെസ്സേജ്, ഒരു 15 മിനിറ്റിന്റെ മെസ്സേജ് ഇട്ടു. ഇതിപ്പോ ഞാൻ നോക്കിയപ്പോൾ more than 5,000 ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. ആ ഒരു ഗോസ്പൽ കൊണ്ട് 5 ലക്ഷം പരസ്യങ്ങൾ ഞങ്ങൾ നടത്തിയതാണ്. ആ 15 മിനിറ്റിന്റെ സർമൺ ഉണ്ടായത് 2:21 ഒരു 40 വരുന്നതിന് ശേഷമാണ് ആ സർമൺ കിട്ടിയത്. നിങ്ങൾക്കറിയാമോ? 500-ൽ പരം മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്ത മെസ്സേജാണ്. 500 മണിക്കൂർ. ആ മെസ്സേജ് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത്. ആ മെസ്സേജിന്റെ ആ തലേ വർഷം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, 2006 നിന്റെ പ്രാർത്ഥനയുടെ വർഷമായിരിക്കട്ടെ. എൻ്റെ സകല പ്രോഗ്രാമുകളും ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ദൈവസന്നിധിയിലിരുന്നു. സ്തോത്രം. ആ ഒരു വർഷം മുഴുവൻ നിന്റെ പ്രാർത്ഥനയുടെ വർഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് 3350 സ്ക്വയർ ഫുട്ടുള്ള 7 ബെഡ്റൂമുള്ള ഒരു വീട് എനിക്കുണ്ട്. സ്തോത്രം. അതിന് മുകളിൽ ഒരു സ്റ്റുഡിയോ ഹാളുണ്ട്. അവിടെയാണ് എൻ്റെ പ്രാർത്ഥനാസനം. സ്തോത്രം. അവിടെ ജനുവരിയിൽ ആരംഭിച്ച പ്രാർത്ഥന ഡിസംബറിലാണ് തീർന്നു, ഞാൻ ഒറ്റയ്ക്ക്. സ്തോത്രം. 12 months, 365 ദിവസം അവിടെ ഇരുന്നു. ക്യാൻ യു ബിലീവ്? ഒരു ക്രൂസൈഡ് ഒഴിച്ച് ബാക്കി എല്ലാ മീറ്റിങ്ങും ഞാൻ ക്യാൻസൽ ചെയ്തിരുന്നു. ഒരു 21 കഴിഞ്ഞു, പിന്നീട് കുറച്ച് ആൾ കഴിഞ്ഞ് അത് കഴിഞ്ഞു, പിന്നെയും ദൈവം വരുത്തി. പക്ഷേ 11 months ദൈവം എന്നോട് മിണ്ടിയില്ല. ഗോഡ് വാസ് സൈലന്റ്. എന്തുകൊണ്ട്? സ്തോത്രം. നാം ദൈവം പറയുന്നത് എന്താണോ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. വിത്തൗട്ട് എനി ആർഗ്യുമെന്റ് ഓർ വിത്തൗട്ട് എനി ക്വസ്റ്റ്യനറി വി മസ്റ്റ് ഒബേ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കും. കർത്താവിനോട് പറഞ്ഞ് 2006 നിന്റെ പ്രാർത്ഥനയുടെ വർഷമായിരിക്കട്ടെ. എന്നാൽ 11 മാസം
കഴിഞ്ഞു 12ാമത്തെ മാസത്തിൽ കയറിയപ്പോൾ എനിക്ക് പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. അനുഭവം മറ്റൊന്നുമല്ല, 3 പകലും 2 രാത്രിയും നിരന്തരമായി ദൈവിക ഇടപെടൽ നടക്കാൻ തുടങ്ങി. സ്വതം നമുക്കറിയാം, നാം 40 കഴിഞ്ഞിട്ടും സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ചെയ്യേണ്ട പ്രോഗ്രാമുകളായിരുന്നെങ്കിലും അങ്ങനെയല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമിൽ പബ്ലിക്കിൽ ചിലരെ അറ്റൻഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? കർത്താവ് അവരെ കണ്ടു. പ്രിയ ജസ്ലി സിസ്റ്റർ പ്രാർത്ഥനയിൽ ജീവൻ പ്രാപിച്ചു വരുന്നു. മിനി വർഗീസ് ജീവൻ പ്രാപിച്ചു വരുന്നു. മിനി മാത്യു ജീവൻ പ്രാപിച്ചു വരുന്നു. ജിൻസി 3-4 ദിവസം നമുക്ക് ആളിനെ കാണാഞ്ഞപ്പത്തിന് എല്ലാവരും എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യും നമ്മുടെ ജിൻസി? സി ഓൾ ആർ കൺസേൺ അബൌട്ട് യു. പ്രൈസ് ഗോഡ്. മിസ്സിംഗ് ആയതുപോലെ എല്ലാവർക്കും അങ്ങ് വിഷമായി പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രേറ്റ് മിഷൻ ഒരു ഫാമിലി പോലെയായി അല്ലേ? ഒരാൾക്കൊരു പ്രയാസമുണ്ട്. ഇപ്പം നമ്മുടെ യെസ് തോമസ് കുര്യാക്കോസ് സർജറി ആയപ്പോഴേ നമുക്ക് എല്ലാവർക്കും വേദനയായി. സ്തോത്രം. ജിബിയുടെ കുഞ്ഞിന് ഒരു പെയിൻ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും പെയിനായി. സ്തോത്രം. അങ്ങനെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞാലും എൻ്റെ കിടക്കയിൽ ഇങ്ങനെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ ഇങ്ങനെ ധ്യാനം. സ്തോത്രം. കാരണം കർത്താവെ, കാരണം നിങ്ങളുടെ ഓരോരുത്തരും സെമിനാരി ജോയിൻ ചെയ്ത സമയം മുതലും എസ്പെഷ്യലി ഈ 40 ഡേയ്സ് വചനധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഓരോരുത്തരെ കുറിച്ചും കർത്താവ് വളരെ വ്യക്തവും സ്പഷ്ടമായ അരുളപ്പാടുകൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പുണ്ട്, ദൈവം എന്നോടൊരു കാര്യം അരുളി ചെയ്താൽ അത് നിവൃത്തിയാകും. ഒരിക്കലും ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മുറിക്കകത്ത് പൂട്ടിയിട്ട് എന്നെ അടിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ പെന്തിക്കോസിൽ പോകത്തില്ലെന്ന് നീ പറയുന്നിടം വരെ ഞാൻ നിന്നെ തല്ലും. അപ്പൊ ഞാൻ ചിരിച്ചു. എത്ര വേണേലും അടിച്ചോ എന്ന് പറഞ്ഞു. അവസാനം ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ മുഴങ്കാലും കൊണ്ട് ഞാൻ അച്ചാച്ചനെ നേടും. സ്തോത്രം. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം ഞാൻ പ്രസംഗിക്കും, അച്ചാച്ചൻ സാക്ഷ്യം പറയും. അങ്ങനെ ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആഫ്റ്റർ 20 years, 20 വർഷത്തിന് ശേഷം 2002 എൻ്റെ സഹോദരൻ സൗദിയിലായിരുന്ന സമയത്ത് ഒരു വലിയ വില്ലായിൽ ഒരു മീറ്റിംഗ് ഒരുപാട് ആളുകൾ ചേർന്ന് വെച്ചു. അവിടെ ഒരു കൺവെൻഷൻ പോലെ വെച്ചു. ഞാൻ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ബിജുമാത്തൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട, അദ്ദേഹം കാനഡയിലാണ്. ഇതുപോലൊരു പുരുഷാരൻ തന്നെ എൻ്റെ ചുറ്റും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എവിടെ മീറ്റിംഗ് വെച്ചാൽ എൻ്റെ കൂടെ ടീമായിട്ട് അങ്ങ് വരുക. അവർക്ക് എത്ര കേട്ടാലും മതി വരത്തില്ല, എത്ര പ്രാർത്ഥിച്ചാലും മതി വരത്തില്ല. അവസാനം പറഞ്ഞു, രാജു ബ്രദർ സാക്ഷ്യം പറഞ്ഞിട്ട് ഷാജി പാസ്റ്റർ പ്രസംഗിച്ചാൽ മതി. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, വില കൊടുത്താൽ നമുക്ക് വിലപ്പെട്ടത് നേടാൻ പറ്റും. വില കൊടുത്താൽ വിലപ്പെട്ടത് നേടാൻ പറ്റും. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? ലോഡ് സൈലന്റ് ആവും. ലോഡ് എന്തുകൊണ്ടാണ് സൈലന്റ് ഞാൻ ആവും? പറഞ്ഞു വന്നത്, ദൈവം മൗനമായിരിക്കുന്ന സമയം. സ്തോത്രം. 11 മാസം മിണ്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 12ാമത്തെ മാസം ദൈവം 3 പകലും 2 രാത്രി നിരന്തരമായി ഇടപെട്ടു. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ സന്ദേശത്തെ കുറിച്ചാണ് ഇപ്പം ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. സ്തോത്രം. ഈ സന്ദേശം മുഴുവൻ എഴുതുകയാണ്. അപ്പൊ ഞാൻ ഈ 12 മാസത്തോളം ഇങ്ങനെ ഒറ്റയ്ക്കൊരു പ്രെയർ ലൈഫും ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് സൂചിപ്പിച്ചത്, ഈ കുഞ്ഞുങ്ങളുമായിട്ടും വൈഫുമായിട്ട് ഒത്തിരി സമയം അവർക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും സ്പെൻഡിങ് ടൈം വിത്ത് ദൈവമായിട്ടാണ് കൂടുതൽ സമയം. അപ്പൊ പിള്ളേർ തന്നെ പറഞ്ഞു, അപ്പയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പം മെന്റൽ പേഷ്യന്റിന്റെ ഇടയിലല്ലേ അപ്പോ ഇങ്ങനെ ചാപ്ലൈനായിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് അപ്പയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നും എനിക്കില്ല.
ഞാനിപ്പം ദൈവസന്നിധി ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സന്ദേശങ്ങൾ മുഴുവൻ എഴുതി വെച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ സ്റ്റുഡിയോയിൽ പോയി പ്രസംഗിക്കണം. ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ നാവ് വെന്തു പോകുന്നത് പോലെ, ലിറ്ററലി എൻ്റെ നാവ് വെന്തു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ എന്താ തീക്കനൽ കൊടിൽ എടുത്തു കൊണ്ടുവന്ന് യെശയ്യാവിന്റെ നാവിൽ തൊടുവിച്ചു എന്ന് പറയുന്ന പോലെ ഒരു ലിറ്ററൽ ഫീലിംഗ് എനിക്കുണ്ടായി. സ്തോത്രം. അതിനൊരു സംഭവം പറയാം. സ്റ്റുഡിയോയില് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരുന്ന സൗണ്ട് എഞ്ചിനീയർ വെളിയിൽ ഇറങ്ങിപ്പോയി. ഞാനകത്ത് പ്രീച്ച് ചെയ്യും. അപ്പൊ ഞാന് ഡബിങ് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, റെക്കോർഡിങ് തീർന്നു ചോദിച്ചു, സോറി, നീ എന്താ പുറത്തിറങ്ങിപ്പോയെ? അയ്യോ, ഇത് ആർക്ക് കേട്ടിരിക്കാൻ പറ്റും, പേടിയായിപ്പോയി. എൻ്റെ ഉള്ളിൽ ആരും എന്തോ അറസ്റ്റ് ചെയ്യുന്ന പോലൊക്കെ എനിക്ക് പേടിയായിപ്പോയി. പ്രൈസ് ഗോഡ്. കാരണം 500 മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. മെസ്സേജ് 15 മിനിറ്റേ ഉള്ളൂ. അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് 10,000-കണക്കിന് ദൈവദാസന്മാരുടെ പങ്കാളിത്തത്തിൽ ലക്ഷക്കണക്കിന് ഓപ്പൺ എയർ മീറ്റിംഗ് അത് മുഖാന്തരം നടത്താനിടയായി തീർന്നു. ഞാൻ നിങ്ങളെ ആ വീഡിയോ കാണിച്ചത് ഓർമ്മയുണ്ടോ? ഹാൻഡ് മൈക്കിന്റെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കണ്ടിട്ടില്ലാത്തവര് എനിബഡി കണ്ടിട്ടില്ല? ഓക്കെ, ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാനത് ഒന്നുകൂടെ അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ പിന്നാടെ ലേറ്റർ ആയിട്ട് അത് കാണിക്കാം. ഓക്കെ, ഇപ്പൊ ക്ലാസ് നടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ചില മെസ്സേജുകൾക്ക് ഒരുപാട് മാസങ്ങളുണ്ട്. എൻ്റെ അറിവിൽ 5 ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓപ്പൺ എയർ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് വെളിയിൽ വിട്ടിട്ടില്ല. ആ 10,000-കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടാനിടയായി. സ്തോത്രം. ഒരിക്കൽ പാലക്കാട്ട് ഓപ്പൺ എയർ ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്വിച്ച് ഓൺ ചെയ്താൽ മതി, 1 കിലോമീറ്റർ റേഞ്ചിൽ ആ ഹാൻഡ്മേക്ക് എല്ലാ സന്ദേശം കേൾക്കാൻ പറ്റും. എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ കവർ ചെയ്തു. അപ്പോൾ പാലക്കാട്ട് ഒരു ടീം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. ഒരു കൂട്ടം ആളുകൾ ഇത് എടുത്തുകൊണ്ടങ്ങ് പോയി. അവിടെ ഉള്ള സബ് ഇൻസ്പെക്ടറിന് വിവരം അറിയിച്ച് എന്തായാലും 2 ദിവസത്തിന് അവർ ആ സാധനം കൊണ്ടുവന്നു. അപ്പോൾ ചോദിച്ചു, ഇതെന്താണ്? പറഞ്ഞത് ബോധവൽക്കരണ സന്ദേശമാണ്. ഇപ്പോൾ എസ് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ട് ഒന്നിട്ട് കേൾക്കട്ടെന്ന് പറഞ്ഞു. സ്റ്റേഷൻ മൊഴിയിലുള്ളവരും കേൾക്കാനാണ്. എസ് വന്നവരോട് ചോദിച്ചു, ഇതിനകത്ത് ബോധവൽക്കരണമാണ്. പിന്നെ അവർ ഇച്ചിരി ഗോസ്പൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എസ് അവരോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, തൽക്കാലം നിങ്ങൾ ഇത് നിർത്ത്, പിന്നീട് നിങ്ങൾക്കത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, സാറേ എന്താ ചെയ്യേണ്ടി? ഞാൻ പറഞ്ഞു, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ എന്നൊരു വാക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു എസ് അത് നിർത്താൻ പറഞ്ഞാൽ ഇനി ഒരു എസ് ഐയുടെ കയ്യിൽ ദൈവം അത് ഹാൻഡ് ഓവർ ചെയ്തുവിടാന്നില്ല. ഇനിയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ടീമിനെ ഞങ്ങൾ പാലക്കാട്ട് വീണ്ടും വിട്ടു. സ്തോത്രം. സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് ഓൺ ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി അടുത്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇത് എവിടുന്ന, ഇതാരാ പ്രസംഗിച്ചത്? അപ്പൊ അവര് എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ നമ്പർ മേടിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി മാത്യു ആണോ? അതെ. ഞാൻ പറഞ്ഞു, സാറേ അതെ, ഞാൻ ഇവിടുത്തെ പാലക്കാട് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറാണ്. ഞാൻ പറഞ്ഞു, എന്താ സാറേ, എനിക്ക് ഇതൊരു അന്ത്യകാല സന്ദേശം, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്കിതിലൊരു ഡിവൈസ് വേണം. ഞാൻ പറഞ്ഞു, സാറ് എസ് ഐ ആണോ? അതെ. ഞാൻ പറഞ്ഞു, സാറ് മെയിലിനകത്ത് സാറിന്റെ ലാത്തി പിടിച്ച് നിൽക്കുന്ന ഒരു യൂണിഫോം പിക്ചർ ഇടാം.
പിറ്റേ ദിവസം മെയിൽ നോക്കിയപ്പോൾ യൂണിഫോം പിക്ചറുണ്ട്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ബോണഗനായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇത് കേട്ടപ്പോൾ നിനക്കും എന്തുകൊണ്ട് ഇതിൽ പങ്കാളിത്തം വഹിച്ചുകൂടാ എന്നൊരു തോന്നൽ എന്നെ ഭരിക്കും. ഞാൻ പറഞ്ഞു, സാറേ 7 പേര് ടീം ഫോം ചെയ്യണം, എന്നാലേ അത് ചെയ്യാൻ പറ്റും. 1 മാസത്തിനകം തരാം. എനിക്ക് 1 മാസം ഒന്നും പോകാൻ പറ്റത്തില്ല, എനിക്ക് 2 ആഴ്ചയ്ക്കകം പറ്റും. താനും തന്റെ വൈഫും കൂടെ പാലക്കാട്ടും നേരെ പുനലൂർ വന്നു. അദ്ദേഹം അത് കൊണ്ടുപോയി. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2000-ലധികം പരസ്യവും അദ്ദേഹം നടത്തി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 സംഭവം ഉണ്ടായി. ഒന്ന്, ട്രാഫിക് ജാം ആയപ്പോൾ ഒരു ഇന്നോവ കാറ് ഒരു സൈഡിൽ വന്ന് നിർത്തി. ഇത് മൊത്തവും കേട്ടു. ആ വണ്ടിയിലുള്ളവർ കേട്ടിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു കവർ കൊടുത്തു. 20,000 റുപ്പീസ് ഉണ്ടായിരുന്നു ആ കവറിനകത്ത്. പറഞ്ഞു ഞാൻ SI ആണ്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പൈസ വേണ്ട. പുള്ളി പറഞ്ഞു, ടീമിലുള്ളവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും മറ്റും ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, സാർ ആരാ? ഞാൻ നാസയിലെ സയന്റിസ്റ്റാണ്, എനിക്കൊരാഗ്രഹം, ഞാൻ നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ നിങ്ങളുടെ കൂടെ പരിശോധത്തിന് വരാൻ എനിക്ക് താല്പര്യം തോന്നുന്നു, ഞാനും വന്നോട്ടെ. ഭയങ്കര സന്തോഷമായി. മറ്റൊരു സന്ദർഭത്തിൽ ഇവര് ഔട്ട്റീച്ച് ചെയ്യുമ്പോൾ ഈ ഓട്ടോറിക്ഷ വിളിച്ചാ പോകുന്നത്. ഒരു വീട്ടിന്റെ വാതിൽക്ക് കൊണ്ടുവച്ച് നടത്തിയപ്പോൾ ചാറ്റമഴ പെയ്തു. അപ്പോൾ ആ വീട്ടിലെ അപ്പച്ചൻ ചോദിച്ചു, നിങ്ങൾ ഈ പരസ്യവും നടത്തുന്ന ഈ സന്ദേശം കൊള്ളാം, ഇങ്ങനെയാ നടത്തേണ്ടത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഈ പോകുന്ന പ്രവർത്തനത്തിനൊക്കെ? പറഞ്ഞ അപ്പച്ച, ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചാൽ ഞങ്ങൾ പോകുന്നു. ഒരു സുമോയുടെ ചാവി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി നിങ്ങൾ സുവിശേഷമല്ലേ. സ്തോത്രം. ആ ഹാൻഡ് മൈക്കില് ഈ ഇന്നലെ ലോഡ് ചെയ്ത മെസ്സേജിന്റെ കാര്യങ്ങളാ പറയുന്നത് കേട്ടോ. സ്തോത്രം. ഭൂമിയിലെ നരക ദിവസത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. When we open our mouth for the gospel, sinners will be saved. When we are silent, they go to hell. സ്തോത്രം. നാം മൗനമായിരിക്കുമ്പോൾ അവർ നരകത്തിലേക്ക് പോകും. കലയപുരത്ത് വെച്ച് ഒരു ദൈവദാസൻ ഈ പരസ്യവും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇടാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു വിട്ടു. സ്തോത്രം. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ മെസ്സേജ് കഴിഞ്ഞപ്പോൾ പരസ്യം നടത്തുന്ന ആള് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു, നിങ്ങളുടെ ഏത് പ്രശ്നവും യേശു പരിഹരിക്കും. അപ്പോൾ മദ്യപാനിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു റൗഡിയാണ്, അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഏത് പ്രശ്നവും യേശു പരിഹരിക്കും? പുള്ളി പറഞ്ഞു, പരിഹരിക്കും, എൻ്റെ കൊടവണ്ടി ഇച്ചിരി കൂടുതലാ, ഒന്ന് കുറച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊടവണ്ടി കുറയ്ക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞു, ആ ദൈവദാസനെ തല്ലി. നിനക്ക് കൊടുവണ്ടി കുറയ്ക്കാൻ പറ്റത്തില്ല, എന്തിനാ ഇത് പ്രസംഗിച്ചു? ഒരടി അടിച്ചപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് 2 കോൺസ്റ്റബിൾമാർ യൂണിഫോം ഇല്ലാതെ നിൽപ്പുണ്ടായിരുന്നു. അവര് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ഇദ്ദേഹത്തെ തല്ലിയത്? ഇത് ബോധവൽക്കരണത്തിന്റെ സന്ദേശമാണ്. പലപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നീ എന്തിനു തല്ലി? അപ്പോൾ അദ്ദേഹത്തോട് കയർത്തിട്ട്, നീ ആരാ ചോദിക്കാനെന്ന് ചോദിച്ചു. ഈ 2 പോലീസുകാരുടെ കണ്ടമാൻ അദ്ദേഹത്തെ തല്ലി ചവിട്ടി റെഡിയാക്കി ബ്ലഡ് ഒമിറ്റ് ചെയ്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വിളിച്ച് മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച അവിടെ കിടന്ന് കൊടവണ്ടി എല്ലാം കുറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആ സ്ഥലത്ത് തിരിച്ചു വന്നിട്ട് ആദ്യം തപ്പിയത് തന്നെ തല്ലിയൊരു സുവിശേഷകനും മാത്യു പാസ്റ്റർ എന്ന് പറയും, പത്തനാപുരത്ത്. അദ്ദേഹത്തെ തിരക്കി നേരെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ കൊടവണ്ടി മൊത്തവും പോയി, എനിക്കിനി ഒരു ബൈബിൾ വേണം. അതുപോലെ വിളക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ദൈവദാസന്മാർ ഈ സന്ദേശത്തിന്റെ ഹാൻഡ്മേക്കുമായി പോയി എന്നപ്പോൾ സുവിശേഷ വിരോധികളായ 2-3 പേർ തല്ലാനായിട്ട് വട്ടം കൂടിയപ്പോൾ നിങ്ങളിവിടെ മതപരിവർത്തനത്തിന് വന്നതല്ലേ എന്ന് തല്ലാൻ തുടങ്ങിയപ്പോൾ ഇവര് പറഞ്ഞു, സാർ തല്ലിക്കും, പക്ഷെ ഇതിനകത്ത് സന്ദേശം ഒന്ന് കേട്ടിട്ട് സാർ തല്ലിക്കൊള്ളാം. സ്തോത്രം. സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവര് തന്നെ 5 സ്ഥലത്ത് കൊണ്ടുപോയി നടത്തി. അന്മയ്ക്ക് ചുമന്നുകൊണ്ട് പോയത് അവരാ. സ്തോത്രം. അതുപോലെ ഇവിടെ
ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ദൈവദാസന്മാർ പോയി ഔട്ട്റീച്ച് ചെയ്യുമ്പോൾ ആത്മഹത്യക്ക് തീരുമാനമെടുത്ത പല ആളുകൾ ഓട്ടോ ഡ്രൈവർമാർ സമർപ്പിച്ചു. അവര് തന്നെ പല സ്ഥലം ഇങ്ങനെ എനിക്ക് കൃത്യമായ അവസാനം കണക്കുകൾ ഞാൻ എഴുതാതായി. കാരണം അതുപോലുള്ള പരസ്യയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ആ സന്ദേശത്തിലൂടെ നൂറുകണക്കിന് ഓർഗനൈസേഷനുകൾ ഓപ്പണറിനായിട്ട് ഈ സന്ദേശം ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഇരുന്നോണമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തതും നമ്മളാൽ ഒരിക്കലും ചിന്തിക്കാനും കഴിയാത്തതുമായ അതിമഹത്തായ ദൗത്യം നമ്മളിലൂടെ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, കം ആൻഡ് സിറ്റ് വിത്ത് മീ, നീ എൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുക. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയ്ക്കും തുല്യം വേറെ ഒന്നും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല സഹോദരങ്ങളെ. പ്രൈസ് ലോർഡ്. ഈ ലോകത്തിലെ ഏറ്റവും പ്രൈം പ്ലേസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ആണ്, ദൈവത്തിന്റെ സന്നദ്ധിയാണ്. അതിൽ നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് തയ്യാറാകണം. ഓക്കെ. പിന്നെ നമ്മൾ ചിന്തിച്ചത് വചനം പറയേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളതുപോലെ. ഞാനിത് ജസ്റ്റ് ഒരു റിവിഷൻ എടുത്ത് പോവുകയാണ്, നമ്മൾ ക്ലാസ്സിലേക്ക് കയറിയില്ല. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓർമ്മ കിട്ടാൻ വേണ്ടി. പിന്നെ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയെ കുറിച്ച് ചിന്തിച്ചു. എന്താണ് നമ്മൾ ചിന്തിച്ചത്? നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്ത് നമ്മൾ അവൈലബിൾ ആകണം, നമ്മുടെ സമയത്തല്ല. നമ്മൾ ചിന്തിച്ചു ദൈവത്തിന്റെ സമയത്ത് അവൈലബിൾ ആകുക. ഒരാള് കല്യാണം കഴിഞ്ഞിരുന്നു വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, മറ്റൊരാള് കാളെ മേടിക്കുന്ന കാര്യം പറഞ്ഞു, വേറൊരാള് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഒരാൾ അപ്പനെ കുഴിച്ചിടുന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെ പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഫൈനലി പറഞ്ഞ എന്താണ്? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന. സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്നതല്ലാതെ വല്ലതുമുണ്ടോ? ഒന്നുമില്ല. നാം ഈ ബ്രീത്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത് തിരിച്ച് ഉച്ഛസിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ കാര്യം? ദൈവത്തിന് സ്തോത്രം. ഓക്സിജന്റെ വില അറിയാലോ. ടെസ്ലീസ്റ്റ് ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഇരിക്കുക. ഓക്സിജൻ എന്തോ വിലയാണെന്നറിയാം അല്ലേ എൽസ? മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഓക്സിജന്റെ വില. സ്തോത്രം. ഒരു ബില്ല് അടച്ചു വരുമ്പോൾ ഓക്സിജൻ ടാങ്ക് കൊണ്ട് പോകുന്നവർ കണ്ടിട്ടില്ലേ? സ്തോത്രം. എന്താ, അതില്ല ജീവിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തേക്ക് 3000 രൂപ വരെ ചാർജ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ അൺലിമിറ്റഡാ, പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 300 രൂപ വെച്ചൊന്ന് കൂട്ടി നോക്കണം. 7200 രൂപ കൊടുക്കണം ഒരു ദിവസത്തേക്ക്. ഇപ്പം 30 ദിവസത്തേക്ക് എത്ര ആയി? 3721, 2,10,000 ആയി. അപ്പം ഒരു വർഷത്തേക്കാവുമ്പോൾ 2,10,000 വെച്ച് 12 മാസം ആകുമ്പോഴത്തേന് 24 ലക്ഷം ആയില്ലേ? ഗുണം നിങ്ങളുടെ പ്രായത്തിന്റെ വയസ്സൊന്ന് എഴുതി വെക്കും. എത്ര കോടിയുടെ നമ്മൾ വലിച്ചല്ലേ? എത്ര കോടിയുടെ ശ്വാസമാണ് നമ്മൾ വലിച്ച്? 5 പൈസ കൊടുത്തോ ദൈവത്തിന്? ഒന്നും കൊടുത്തില്ലല്ലോ. നമ്മൾ ഫ്രീ ആയിട്ട് തന്നല്ലേ. സ്തോത്രം. കണ്ണ് തന്ന ദൈവം, കാത് തന്ന ദൈവം. സ്തോത്രം. നമുക്ക് എന്തെല്ലാം കഴിവുണ്ടെങ്കിലും രുചി അറിയണമെന്നുണ്ടെങ്കിൽ അല്ലേ, ആ സെല്ല് വർക്ക് ചെയ്യണം അല്ലേ? നമുക്കൊന്നും നോക്കണ്ട. നമ്മുടെ ശരീരത്തിന്റെ ഈ ഹാർട്ട് ബീറ്റ് തുടങ്ങിയ സമയം മുതൽ നോൺ സ്റ്റോപ്പായിട്ട് ഇതുവരെ നിന്നില്ലേ? ഈ എൻജിൻ നിയന്ത്രിക്കുന്നത് മേളിന്ന് മതിഞ്ഞ് പോരെ എന്ന് പറയുന്ന ഒരു ടൈം വരെയും കണ്ടിന്യൂ അല്ലേ? സ്റ്റോപ്പ്, മതി, മതിഞ്ഞ് പോരെ എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ അതുവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വി മസ്റ്റ് അവൈലബിൾ ഫോർ ദ ഗോഡ്സ് ടൈം. ദൈവത്തിന്റെ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം.
നിങ്ങളുടെ തിരക്ക് ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ധൃതി ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ആവേശം ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ എരിവ് ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ശുഷ്കാന്തി ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. ഓ, നിങ്ങളുടെ മോഹങ്ങൾ ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ദർശനങ്ങൾ ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ദാഹം ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ വിശപ്പ് ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ധൃതി ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. സ്വർഗ രാജ്യത്തിന് വേണ്ടി നമുക്കുള്ള സകലതും, സ്തോത്രം, എല്ലാം ദൈവത്തിന്റെ ദാനമാണെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ ഉള്ളിലെ ആവേശം നമ്മുടെ വീണ്ടെടുപ്പുകാരന് വേണ്ടി തന്നെ ആയിരിക്കട്ടെ. സ്തോത്രം. ഓക്കെ. മറ്റൊന്ന്, മരണം കൊതിക്കുന്നവർ യേശുവിനെ കുറിച്ച് ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ 51 പരം സന്ദേശങ്ങൾ അതിലൂടെ നമ്മൾ ചിന്തിച്ചു. മറ്റൊന്ന്, നഷ്ടബോധത്തിലുപരി ഇറങ്ങാൻ തിടുക്കം കാട്ടുക എന്ന് ഞാൻ ഓർപ്പിപ്പാനിടയായി. എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ എല്ലാ വർഷവും പറയും, ദൈവമക്കളെ, പല തീരുമാനങ്ങളും കഴിഞ്ഞ വർഷം എനിക്ക് എടുക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരിക്കൽ ആണ്ടർദ്യോഗത്തിന് എന്നോടൊരാൾ ചോദിച്ചു, പാസ്റ്റർ ഈ ആണ്ടർദിയിൽ എന്തുവാ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തു. അതെന്തുവാന്ന് കേൾക്കാൻ അടുത്തുകൂടെ വന്നു. ഇനി ആയുസ്സിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു. അപ്പോ നമ്മൾ എടുക്കുന്ന തീരുമാനം നിയോഗത്തിലാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു സമർത്ഥവും പ്രേരണയും നിയോഗവും ഒക്കെ വരികയുള്ളൂ. ആരെയും എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് പോലെ ആണ്ടർദിക്ക് ഒരു തീരുമാനം എടുത്ത് വെച്ച് ജനുവരി 1 അത് തല്ലിപ്പൊട്ടിക്കുന്നത് അല്ല നമുക്ക് ആവശ്യം. അതുകൊണ്ട് നഷ്ടബോധത്തിലുപരി ഇറങ്ങാൻ തിടുക്കം കാട്ടുക എന്നുള്ളതായിരുന്നു. പിന്നെ കർത്താവ് തുറന്ന വാതിൽ നാം അടയ്ക്കരുത് എന്ന് ഞാൻ ചിന്തിപ്പാനിടയായിത്തീർന്നു. എന്താണ്? കർത്താവ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും നോക്കിയിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് ദൈവരാജ്യം അടച്ചു കളയും. നിങ്ങൾ മനുഷ്യർക്ക് ദൈവരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുകയില്ല. കടക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുന്നു. സൗരങ്ങളെ, ഈ പല്ലിക്ക് ഒരു തത്വശാസ്ത്രം ഉണ്ടെന്നാണ് ചില ചിന്തകന്മാർ പറയുന്നത്. പല്ലിയുടെ ചിന്ത ഭിത്തിയിൽ ഇങ്ങനെ മേളിലോട്ട് കൈയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പല്ലിയുടെ ചിന്ത, ഞാൻ താങ്ങിയില്ലെങ്കിൽ കെട്ടടം നിൽക്കത്തില്ലെന്ന്. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഭരിക്കരുത്. നമ്മൾ എവിടെയായിരുന്നാലും ദൈവം നമ്മളെ എത്ര മാനിച്ചുയർത്തിയാലും ഓർത്തിരുന്നോണം, കൃപയാലാണ്. എല്ലാം കൃപയാലാണ്. സ്തോത്രം. ഒരു പാട്ടുപാടിയോ കൃപയാൽ, ഒരു സർമൺ പറഞ്ഞോ കൃപയാൽ, ലീഡ് ചെയ്തോ കൃപയാൽ, ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റിയോ കൃപയാൽ, ഒരു ജീവിതത്തെ നമുക്ക് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചു കൃപയാൽ. എവ്രിതിങ്, ഗീവ് ഓൾ ഗ്ലോറി ആൻഡ് ഹോണർ ടു അവർ ഗാഡ്. അവിടെ എല്ലാം നമ്മൾ കേവലം ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് എന്ന് നമ്മൾ ഓർത്തിരുന്നുകൊള്ളണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ഒരിക്കലും സുവിശേഷത്തിന്റെ വാതിൽ അടയാതെ ഇരിപ്പാൻ നമ്മൾ വളരെ സൂക്ഷിക്കാനും ശ്രദ്ധിപ്പാനും ദൈവകൃപയിൽ ആശ്രയിക്കണം. 9-ാമതായി നമ്മൾ ചിന്തിച്ചത്, നിങ്ങൾക്കുള്ളതിനെ അല്ല, നിങ്ങളെ തന്നെയാണ് ആവശ്യം. അപ്പം ഈ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് സെറ്റ്, വലിയ ചർച്ചകളുടെയൊക്കെ ചാർജിൽ ചെല്ലുമ്പോഴത്തേന് അവരുടെ മനസ്സിൽ കുറെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും സഭ ആളുകളുണ്ടല്ലോ, അപ്പൊ ഇന്ന കാര്യങ്ങൾ അടുത്ത 3 കൊല്ലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. സൗരങ്ങളെ, തൃക്കൈ തുറന്നാൽ തൃപ്തി വരും കേട്ടോ. സ്തോത്രം. ആരുടെയും സാലറിയുടെ 5 അക്ക നമ്പർ കണ്ട് ആഘോഷിക്കാൻ മനസ്സിൽ താല്പര്യം വെക്കരുത്. നാളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫെലോഷിപ്പുകളിൽ എന്തെങ്കിലും നന്മ തന്നാൽ ആ ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തയോട് അത് ദൈവത്തിന്റെ പൈസയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെ വേണം അത് ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മളെ വിശ്വസ്തരെന്നെണ്ണിയാണ് ഇത് ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം തരുന്ന പണം നമ്മുടെ തന്നെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾക്കിനി എത്ര വരുമാനമുണ്ടെങ്കിലും നിങ്ങൾ നേടുന്ന പൈസ നിങ്ങളുടേതാണെന്നുള്ള ഒരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സമ്പത്തുണ്ടാക്കുവാൻ ഞാനല്ലയോ നിങ്ങൾക്ക് ശക്തി നൽകിയത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഗോഡ്സ് മണിയാണെന്ന് ഓർത്തിരിക്കണം.
നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ദാനമെന്ന്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്ന ശാഖയാണ്. അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന പണം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത്. അത് നിങ്ങൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വേണം നിങ്ങളുടെ നന്മകൾ ഉപയോഗിക്കാൻ. നിങ്ങൾ വൃഥാ ചെലവാക്കാതെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയും ചരിതിക്കുന്നവരായി തീരുക. ഓക്കെ, അടുത്തത്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തുണ്ട്? ഞാൻ പറയാനിടയായി തീർന്നു. ആമേൻ. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ. അപ്പോൾ തന്നെ അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കിയത്. കാരണം അമർത്തിക്കുലിക്ക് കവിയുന്ന ഒരു നല്ല അളവ് കർത്താവ് അക്കൗണ്ട് തീർക്കുന്ന 2 താലന്തും 1 താലന്തും 5 താലന്തും ലഭിച്ചവരെ അക്കോർഡിംഗ് ടു ദയർ എബിലിറ്റി അനുസരിച്ചാണ് കൊടുത്തത്. പക്ഷെ യജമാനൻ വന്ന് കണക്ക് ചോദിച്ചു, അല്ലെ? കണക്ക് ചോദിച്ചു, കൃത്യമായിട്ട് ചോദിച്ചു. അതെ, സിനിയൊക്കെ നല്ല സിയക്കാരിയാ, അക്കൗണ്ടല്ല. സ്തോത്രം. അപ്പൊ അവർക്കെല്ലാം അക്കൗണ്ട് സെക്ഷൻ നന്നായിട്ട് വശമുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതെ, നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. അപ്പൊ നമ്മുടെ അക്കൗണ്ട് എപ്പോഴും ചെക്ക് ചെയ്തോണം. ആമേൻ. കാരണം ഇന്ന് കർത്താവ് വന്നാൽ നമ്മളെല്ലാം നമുക്കുള്ളത് വല്ലതും പോകുമോ? ഇല്ല. പണ്ട് ഞങ്ങളുടെ PN സഗരിയ സാറ് സയോണിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവ് വന്നു കഴിയുമ്പോൾ ഈ പുറമ്പോക്കിൽ കിടക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് വില്ലേജ് ഓഫീസർ അവരുടെ പേരിൽ പതിച്ചു കൊടുക്കും. കാര്യം എന്താണെന്നറിയാമോ? പറയും, ഇതിനകത്ത് നിങ്ങളുടെ പേര് തന്നെ മനസ്സിൽ ഭാവനയിൽ കണ്ടു. അപ്പൊ ഒരാളുടെ പേര് വിളിച്ചിട്ട് പറയാം, അതാണ്ട് സാബു ആലിങ്കലിന്റെ വീടിനും സ്ഥലത്തിനും നാട്ടിൽ ആളില്ല. കാരണം കരമടയ്ക്കാൻ ആള് വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് സാബുവും കുടുംബവും എന്ത് ചെയ്തു? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടു പോയി. സന്തോഷിന്റെ കടമ്പനാട്ട വീട്ടിന് ആളില്ല. അപ്പം അവര് നോക്കിയപ്പം ഇതിനകത്ത് ആളുമില്ല, ഉടമസ്ഥൻ ഇവിടെ ഇല്ല, ബെല്ലടിക്കുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. അപ്പോഴാണ് പിറ്റേ ദിവസത്തെ വാർത്ത വരുന്നത്, ജനലക്ഷങ്ങളെ ഭൂമിയിൽ നിന്ന് കാണാതായി. സ്തോത്രം. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് എൽസയും പിന്നെ സന്തോഷം കൂടെ പറയുന്നത്, നമ്മൾ ഇനി വന്നല്ലേ എടി കൊച്ചേ. സ്തോത്രം. ഓക്കെ, താങ്ക് യു സിനി. അപ്പോ എടി, നമ്മുടെ വീടും ഇതെല്ലാം കൂടെ അവിടെ ആയിപ്പോയല്ലോ, നമുക്കിനി വരാൻ പറ്റി. അപ്പൊ ഈ രണ്ടുപേരുടെ നിന്ന് കരയുമ്പോൾ കർത്താവ് അടുത്ത് വന്നേച്ച് പറയും, മക്കൾ കരയണ്ട, നിങ്ങളെല്ലാം ഇനി വന്നല്ലോ, നിങ്ങളെങ്കിലും ഇഞ്ഞ് വന്നല്ലോ. സ്തോത്രം. ഇതെല്ലാം റിയലായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും കെട്ടുകഥകളല്ല, പഴങ്കഥകളല്ല. ഒരു നിരീശ്വരവാദി എന്നോട് ഒരിക്കൽ ചോദിച്ചു, യേശു ക്രിസ്തു ഒന്നും ഭൂമി വന്നിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ കുറെ ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട് പിന്നാടെയുടെ ക്ലാസ്സുകളിൽ, ഫീൽഡിൽ അറിഞ്ഞിരിക്കേണ്ട ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ. സ്തോത്രം. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, AD എന്നും BC എന്നും എങ്ങനെയാ തിരിക്കപ്പെട്ടെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ തല ആള് താമസം ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി പൊക്കളഞ്ഞു. നിങ്ങളുടെ തലയിൽ ആള് താമസം ഉണ്ടെന്ന് പറഞ്ഞേച്ച് നിരീശ്വരവാദി പൊക്കളഞ്ഞു. കാരണം യേശു ക്രിസ്തു വന്നതിന് ശേഷമാണ് ADയും BCയും തിരിയപ്പെട്ടത്. നിരീശ്വരവാദിയുടെ വീട്ടിൽ കിടക്കുന്ന കലണ്ടറും വിളിച്ചു പറയുന്നുണ്ട്, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട്. സ്തോത്രം. കർത്താവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർപ്പ്, ക്രിസ്തുവിന്റെ മടങ്ങി വരവ്, അനന്തര സംഭവങ്ങൾ, ഇതെല്ലാം ദൈവം അനുവദിച്ചാൽ വരുന്ന നാളുകളിൽ നമ്മൾ ചിന്തിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ആത്മാക്കളെ തേടി ഇറങ്ങുക എന്നുള്ളത് വരെയാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ നമ്മൾ സംസാരിച്ചു വന്ന് നിർത്തിയത് ശമരിയക്കാരത്തിയായ സഹോദരിയുടെ വിഷയം പറഞ്ഞാണ് നിർത്തിയത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി 45 മിനിറ്റ് ആയി റിവിഷൻ ചെയ്തപ്പോൾ തന്നെ. ഓക്കെ, സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. സ്തോത്രം.
ഇന്ന് നമ്മൾ അധികം സമയം നമുക്ക് എടുക്കാൻ സമയം അനുവദിക്കുന്നില്ല. എന്നാൽ 5 വിധത്തിൽ ദൈവത്തെ അറിയാൻ അന്വേഷിക്കുന്നവരുണ്ട്. 5 വിധത്തിൽ ദൈവത്തെ അന്വേഷിപ്പാൻ ആഗ്രഹിക്കുന്ന ആൾ. ഈ ക്രിസ്റ്റലിന് ഒരു ഉപ്പിന്റെ കല്ല് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിന് എത്ര കോർണർ ഉണ്ട് സന്തോഷേ? എത്ര മൂലയുണ്ട് ഉപ്പിന്റെ കല്ലിന്? ഷേപ്പ് കറക്റ്റ് കിട്ടത്തില്ല വർഷങ്ങള് അത്. ആ ആ പണ്ട് IAS ഓഫീസേഴ്സിന്റെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു, കറങ്ങുന്ന ഫാനിന് എത്ര ലീഫ് ഉണ്ട്? ഒരാൾ പറഞ്ഞു 3, ഒരാൾ പറഞ്ഞു 4. അപ്പോൾ അടുത്ത ആളിനോട് ചോദിച്ചപ്പം പറഞ്ഞു, സാർ ഫാൻ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചു. അതായിരുന്നു അതിന്റെ ആൻസർ. എന്ന് പറഞ്ഞ മാതിരി എന്റെ ഷേപ്പ് കണ്ടെങ്കിലേ അറിയത്തുള്ളൂ എന്ന് സന്തോഷ് പറഞ്ഞതാണ്. ക്രിസ്റ്റലിന് ഒരുപാട് കോർണറുകളുണ്ട് അല്ലെ? എങ്ങോട്ട് നോക്കിയാലും ഒരു കോർണർ. ഇതുപോലെയാ ഗോസ്പൽ. ദൈവത്തിന് സ്തോത്രം. ഏത് ദിശയിലോട്ടും ഏത് ദിക്കിലോട്ടും ഉള്ളവർക്കുള്ള സന്ദേശം. സ്തോത്രം. ആ ഉപ്പുകല്ലിൻ ഉള്ളതുപോലെയാണ്. ഉപ്പുകല്ലിന് പല കോണുകൾ ഉള്ളതുപോലെയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ദൈവത്തെ ദർശനത്തിലൂടെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ദർശനത്തിലൂടെ. എന്താണ്? കൊർന്നല്യോസ് ദർശനത്തിലൂടെയാണ് ദൈവം തന്നോട് ഇടപെടുന്നത്. വൈൽ ഹി വാസ് പ്രേയിങ്, പ്രാർത്ഥിക്കുമ്പോൾ തന്നോട് ദൈവം ഒരു വിഷനിലൂടെയാണ് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഗൈഡ് ചെയ്യുന്നു. ആ എൻകൗണ്ടർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് നമ്മൾ താമസിക്കുന്നിടത്ത് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയാം അല്ലേ? യെസ്. നീ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച്, പിന്നെ പത്രോസ് എന്ന് മറുപേരുള്ള ശിമയോനെ വരുത്തണം. അവൻ തൊകൽക്കൊല്ലരനായ ശിമയോന്റെ വീട്ടിൽ താമസിക്കുന്നു. നോക്കിക്കേ, അപ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ? ഇന്ന് രാത്രിയിലും ഞാൻ താഴ്മയോട് ഓർപ്പിക്കുന്നു, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറച്ചോണം. നീ എന്തിനാടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ? നീ വേദോസം വായിച്ചു ഇപ്പൊ എന്തോ വലിയ പാസ്റ്ററാകാൻ പോവാണ്. നീ ഇപ്പൊ എന്തോ വലിയ സഭ നടത്താൻ പോവാണ്. ഡിഫറെന്റ് കമന്റുകൾ വരും കേട്ടോ. നിങ്ങൾ അതിനെല്ലാം അങ്ങ് സ്തോത്രം ചെയ്തോണം. കാരണം നിങ്ങളുടെ മേലുണ്ടായ വിളിയും നിയോഗവും നടത്തിപ്പുമാണ് ഈ ദിവസങ്ങളിൽ. സ്തോത്രം. ആമേൻ. നിങ്ങളെ അതിനായി ദൈവാത്മ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇനി അല്പകാലമേ ഈ ലോകത്തിൽ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ കാലഘട്ടങ്ങളെ വിവേചിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു കയ്യിൽ ദൈവത്തിന്റെ പുസ്തകവും മറുകയിൽ ലോകത്തിന്റെ ഈ ഇപ്പോഴത്തുള്ള മൂവ്മെന്റും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ തലമുറയിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ കർത്താവ് വരും. അതിന് യാതൊരു സംശയമില്ലെന്നാണ് എൻ്റെ പ്രത്യാശ, എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും വിശ്രമിക്കാതെ ഈ 52ാമത്തെ ദിവസവും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ പ്രവർത്തിക്കുന്ന കാര്യം രണ്ടാമത്, പക്ഷേ പ്രൈമായിട്ടുള്ളത് പ്രിപ്പയർ ടു മീറ്റ് അവർ ഗാഡ്. പ്രൈസ് ഗോഡ്. എല്ലാ ദിവസവും നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ദർശനത്തിലൂടെ അന്വേഷിക്കുന്ന ആളുകൾ. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഉള്ളവർ വളരെ കൃത്യമായ നിലയിൽ ദൈവം അവരോട് ഇടപെടും. സ്തോത്രം. ചില സമുദായക്കാരായ സഹോദരങ്ങളുണ്ട്, അവർ പെന്തക്കോസ്തിലൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ ആരംഭത്തിൽ അവർക്കൊരു പ്രെയർ ലൈഫ് ആയിരിക്കും സ്റ്റാർട്ടപ്പ് വരുന്നത്. ഇവഞ്ച്വലി പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ചർച്ച അല്ല, ദാറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. അതൊരു അനുഭവമാ സഹോദരങ്ങളെ. സ്തോത്രം. അങ്ങനെ കൂടുന്ന കൂട്ടായ്മയ്ക്ക് പിന്നെ പെന്തിക്കോസ്റ്റ് ചർച്ച എന്ന് പറഞ്ഞുള്ള ഒരു പേരിട്ടുന്നല്ലാതെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവ് പ്രാപിച്ചത് നാം പ്രാപിക്കണം. സ്തോത്രം. കർത്താവ് കൽപ്പിച്ചത് നാം അനുസരിക്കണം.
കർത്താവ് പറഞ്ഞത് നമ്മൾ ചെയ്യണം. കാരണം ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജനത്തെ കണ്ട്, ആമേൻ, കർത്താവ് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞതുപോലെ സന്തോഷ് ഈ ദിവസങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ സ്ട്രീറ്റിനകത്തെല്ലാം ഒന്ന് ചുറ്റി കരയണം കേട്ടോ. ഇപ്പൊ തണുപ്പാന്നൊക്കെ അറിയാം, എന്നാലും സ്തോത്രം, ചുമ്മാ നടന്ന് സ്തോത്രം പ്രയർ വാക്ക് ചെയ്യണം. നടക്കുമെന്നേ, ദൈവം ചെയ്യുമെന്നേ. സ്തോത്രം. നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് സംഭവിക്കും. സ്തോത്രം. ഓസ്ട്രേലിയ കാൻബറയിൽ പാർലമെന്റ് കാണാനായിട്ട് പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, അതിനകത്ത് ഒന്നും ഗോസ്പലൊന്നും പറയില്ലേ. എന്റെ മനസ്സിനകത്ത് എനിക്ക് പാർലമെന്റ് അല്ല കാണാൻ, എനിക്ക് ഒരാളോട് സുവിശേഷം പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ മണ്ടൻ ഇംഗ്ലീഷ് കൊണ്ട് ആണെങ്കിലും അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. സ്തോത്രം. ഞാനിങ്ങനെ അതിനകത്തോട്ട് കയറി ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വെപ്രാളം, ദൈവമേ ആ കൗണ്ടറിൽ ഇരിക്കുന്ന. അപ്പൊ അവർക്ക് എന്നോട് എന്തോ ഒരു താല്പര്യം തോന്നി. എന്നോട് ചോദിച്ചു, എവിടുന്നാ, ആരാ? ഞാൻ പറഞ്ഞ മിഷണറി ഇന്ത്യ. ഓ, പെട്ടെന്ന് എന്നോട് പറയാണ്, ക്യാൻ യു പ്രേ ഫോർ us? ഓക്കെ. സ്തോത്രം. രണ്ടുപേരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട് ദൈവമല്ലേ. ദൈവത്തിന് വേണ്ടി കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഒരു പട്ടണത്തിന്റെ നടുവിലുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങൾ കണ്ടെത്തും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേൻ, എൽസയൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ, നെക്സ്റ്റ് 3 months വി നീഡ് എ ഫെലോഷിപ്പ്. സ്തോത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ഒരു സെമസ്റ്ററിന്റെ പ്രോഗ്രാം കഴിയും. സ്തോത്രം. അടുത്ത 2nd semester ആകുമ്പത്തേന് ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ചില ജീവിതങ്ങളെ കർത്താവിലേക്ക് നയിക്കണം. സ്തോത്രം. ആമേൻ. ഗ്രാജുവേഷന് മുമ്പ് അവിടെ ഒരു ചർച്ച ഉണ്ടാകും. ആമേൻ. ആമേൻ. ഗ്രാജുവേഷന് മുമ്പ് അവിടെ ഒരു ചർച്ച ഉണ്ടാവും. സഹബ്രദറെ, സ്തോത്രം, കേൾക്കുന്നുണ്ടോ? ആമേൻ. ഗ്രാജുവേഷന് മുമ്പ് അവിടെ ദൈവം ആമേൻ കൂടെ കേൾക്കുന്നുണ്ട്. ആമേൻ. ഒരു കൂട്ടത്തെ തരും. സഹബ്രദറിന്റെ വൈഫിനെയൊക്കെ ദൈവം ഉപയോഗിക്കുന്ന ദിവസങ്ങൾ വരിക. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞ മാതിരി, സ്തോത്രം, 9 വർഷമായി ഒതുക്കിയിട്ടിരുന്ന വിഷയത്തിൽ നിന്ന് ദൈവം സഹബ്രദറിനെ റിലീസ് ചെയ്തത് 8 വർഷമായി പ്രിയപ്പെട്ടവളുടെ കണ്ണുനീരിന്റെ ഒരു മറുപടിയായിരുന്നു കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് പറയാനിടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ നടക്കും. സുബസിസ്റ്റർ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് ദൈവാത്മാവിനോട് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു ആത്മീയ ഫ്രീഡം തരാനായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവശബ്ദത്തിനായി നാവ് തുറക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റമൽ ഖാജനാദി ഹർഷാമൽ ഗഡാരഗസിയ. താങ്ക് യു ജീസസ്, താങ്ക് യു. ദർശനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. സ്തോത്രം. അതാണ് ഒരു കൂട്ടം ആളുകൾ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ, വിഷനിലൂടെ ദൈവം ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് സ്തോത്രം, ദൈവം കണ്ടവരെ വിഷനിലൂടെ അന്വേഷിക്കുന്നവരെ കണ്ടുമുട്ടാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, വായനയിലൂടെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. നല്ല റീഡിങ് ഹാബിറ്റ്. യൂറോപ്യൻസ് ആയ ആളുകൾ ഇപ്പോഴും റീഡ് ചെയ്യും. സ്തോത്രം. നമ്മുടെ മലയാളികൾ കുറച്ച് മാത്രം വായിക്കുന്ന ആളുകള്. യൂറോപ്യൻസ് ആയ ആളുകൾ അവരുടെ കുഞ്ഞുനാൾ മുതലേ റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം അറിവുണ്ട്. വെളിവ് കുറവാ പലർക്ക്, പക്ഷേ അറിവുണ്ട് അവർക്ക്. ഓക്കെ. സ്തോത്രം. നമ്മൾ വായിക്കുന്നത് എത്യോപ്യൻ യിൽ നിന്ന് യെരൂശലേമിലേക്ക് യഹൂദന്മാരുടെ ദൈവാലയത്തിൽ വന്നിട്ട് പോയ എത്യോപ്യക്കാരനായ ഷണ്ണന് അവിടെയുള്ള ശാസ്ത്രിമാരാരും അല്ലെങ്കിൽ പുരോഹിതന്മാരാരും ഈ മന്ത്രിയായ മനുഷ്യന് ഒരു തോൽ സമ്മാനിച്ചു, ചുരുൾ സമ്മാനിച്ചു. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതിയ ചുരുളായിരുന്നു. സ്തോത്രം. താനിങ്ങനെ തേരിലിരുന്ന് ഇത് വായിക്കുകയാണ്. വായിക്കുമ്പോൾ ഇവിടെ ശമരിയിൽ ഉണർവ് നടന്ന സ്ഥലത്തു നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നു, ഇവിടെ നിന്ന് നേരെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ പോകാൻ, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ. ഇന്നാന്നേ നമ്മൾ നോക്കും, നോബഡീസ് ലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ, പണ്ട് ഓസ്ട്രേലിയ നോബഡീസ് ലാൻഡ് എന്നാ പറഞ്ഞിരുന്നത്.
ഇതുപോലെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം അയക്കുവോ? അതൊക്കെ മണ്ടത്തരമാണെന്ന് പറയും. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നിനക്ക് ഭോഷത്വമെന്ന് തോന്നിയാലും ബുദ്ധിയുടെ തുലാസിൽ തൂക്കി നോക്കരുത്. സ്തോത്രം. ഒരു ദിവസം ഞാനും വൈഫും കൂടെ മുറ്റത്ത് നിന്ന് സംസാരിക്കുക. പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, പെട്ടെന്ന് മുറി കയറി കഥവടയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളമേ പെട്ടെന്ന് അകത്ത് കയറാൻ പറഞ്ഞു. പിടിച്ച് ഞാൻ അകത്ത് കയറ്റി കഥവടച്ചതും ഒരു ഇടി വെട്ടിയതും ആ ഞങ്ങൾ നിന്ന മുറ്റത്തുള്ള തെങ്ങ് കരിഞ്ഞങ്ങു. സ്തോത്രം. ഒരു 5 സെക്കൻഡ് പോലും എടുത്തില്ല. സൗരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ വലിച്ചെടുത്തു മാറ്റുന്ന സമയങ്ങളുണ്ട്. സ്തോത്രം. നിന്റെ പ്രാണന് ദോഷം വരാതെ, കേടുവരാതെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ പരിപാലനം എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്താലും മതിവേ. ആത്മാവ് പറയുന്നു, നീ വേഗം പോകാം, തേരിനോട് ചേർന്ന് നടക്കാൻ. അപ്പോഴാണ് അറുപ്പാനുള്ള ആടുകളെ പോലെയും കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഈ ഭാഗം വായിക്കുമ്പോൾ ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ പറയുന്നു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതെ ഇരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഇതാണ് നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് അവസരം ദൈവം തരുന്നതിന്റെ ഒരു പ്രാധാന്യം. എന്താണ്? തിരുവെഴുത്ത് വ്യക്തമായി ആളുകൾക്ക് ഇതുപോലെ ലളിതമായി ഉപമകളോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് സൗമ്യമായി, ശാന്തമായി, സ്വസ്ഥമായി ഗ്രഹിപ്പാൻ കഴിയുന്ന വിധത്തിൽ അത് കൊണ്ടുപോയി. പെട്ടെന്ന് തേര് നിർത്തി, കയറിയിരിപ്പാൻ കൽപ്പിച്ചു. തേരിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അവർ ഇതുപോലെ വചനം ഡിസ്കഷൻ ചെയ്തു. ഫിലിപ്പോസ് ഒന്നും പ്രത്യേകിച്ച് അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി എന്നായി. അപ്പോൾ ഈ അറുപ്പാക്കപ്പെട്ട കുഞ്ഞാട് ക്രിസ്തുവാണെന്നുള്ള കാര്യം പൊരുൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു എന്ന വായിക്കും. ഇങ്ങനെ പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ ഫിലിപ്പോസ്, സാറേ വെള്ളമുണ്ട്, മുങ്ങുന്നോ എന്നാണോ ചോദിച്ചേ? അല്ല. അങ്ങനെ ആരെയും സമ്മർദ്ദം ചെലുത്തി സ്നാനപ്പെടുത്തരുത്. സ്തോത്രം. സ്നാനം കൊടുക്കേണ്ടതല്ല, എടുക്കേണ്ടതാണ്. സ്തോത്രം. അത് നിർബന്ധത്താലല്ല, സമ്മർദ്ദത്താലല്ല, ബോധ്യത്താലാണ്. കർത്താവിനും എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴാണ് ക്രിസ്തുവിനോട് എനിക്ക് ചേരണം. പാപത്തിന് മരിച്ചവൻ നീതിക്ക് വേണ്ടി ജീവിക്കാൻ സമർപ്പിച്ച ആളാണ്. പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് എന്നതാണ് സ്നാനം. അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കൊരു ക്ലാസ് തൊട്ടുവിട്ടതാണ്. ടു ഡീപ്പ്, മറവ് ചെയ്യുക, മുക്കുക, അടക്കം ചെയ്യുക എന്ന്. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുമുണ്ട്, അപ്പൊ കുടുംബവും സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു എന്ന് വരുന്നില്ലയോ എന്ന് പറഞ്ഞ് ധാരാളം വാദങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നായിരുന്നു, ഏറിയ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനവച്ചൻ അതിന് വ്യാഖ്യാനം പറഞ്ഞത് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയിൽ നിന്ന് അച്ഛനെടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞു, കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യാഖ്യാനം നീണ്ടുപോയാൽ വീട്ടിലെ തീപ്പെട്ടിക്കൊള്ളി വരെ കുടുംബത്തിനകത്ത് വരുന്നതാണെന്ന്. അപ്പൊ വീട്ടിലെ പാത്രങ്ങളെല്ലാം സ്നാനപ്പെട്ടെന്ന് വരുമോ? ഇല്ല. ഓക്കെ. അപ്പോൾ കുടുംബത്തോടൊപ്പം കുഞ്ഞുങ്ങളുണ്ട് എന്ന് വ്യാഖ്യാനം വന്നാൽ ഏറിയ കാലം ദാവീദ് ഗ്രഹവും ശൗലിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധത്തിനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജിബിയുടെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമാണ്, നമ്മുടെ ഇവിടുത്തെ പൈതൽ ഫീഡ് ചെയ്യുന്ന സമയം. അപ്പൊ ഈ 1.5 വയസ്സുള്ള ഞങ്ങളുടെ പൊടിക്കുഞ്ഞും ജിബിയുടെ കുഞ്ഞുമൊക്കെ കുന്തവും പരിചയം എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയി എന്നുള്ളതാണോ? അല്ല. അപ്പോൾ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അതിനെ പക്വതയായവർ മാത്രമാണ് സ്നാനത്തിനായി ഒരുക്കപ്പെടുന്നതും സ്വീകരിക്കുന്നതും. അപ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? അപ്പോൾ എന്നാൽ ആട്ടെ എന്നല്ല പറഞ്ഞത്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അപ്പൊ വിശ്വാസം 50% പോരാ, 70% പോരാ, 99% പോരാ, 100%.
പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. സൗരങ്ങളെ, ഈ പഴക്കം കൊണ്ട് ചില ചർച്ചയിൽ വരും, ചിലപ്പോൾ 2 വർഷം വരും, ചില 3 വർഷം വരും, സ്നാനപ്പെടാതെ നിൽക്കും. എല്ലാം പിശാചിന്റെ വലിയ തന്ത്രങ്ങളാണ്. നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാകും. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം പറയുമ്പോൾ അമ്മമ്മേ, ചില ആളുകൾ വിദേശത്ത് ഞാൻ ചെന്ന സമയങ്ങളിൽ വന്നുണ്ട്, ഒരു വീട്ടിൽ ചെന്നാൽ ഉടൻ അവരോട് പറയുന്നത്, അമ്മമ്മേ പിന്നെ സ്നാനപ്പെടണം കേട്ടോ. എന്തിനാണെന്ന് അറിയത്തില്ല. അമ്മ പെന്തിക്കോസി വരണം. ഇതൊന്നും അല്ല സുവിശേഷം. മനസ്സിലായോ? മാമ സ്നാനപ്പെടണം. ഇതല്ല സുവിശേഷം. ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ സ്നാനം രക്ഷിക്കപ്പെട്ടവനാണ്, പുതിയ സൃഷ്ടിയായ ആളിനാണ് ബാപ്റ്റിസം വേണ്ടുന്നത്. വീണ്ടും ജനിച്ച ആളിനാണ്, മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം ആവശ്യമാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞവർക്കാണ് സ്നാനം. അത് യേശുക്രിസ്തുവിനോട് ചേരാനാണ്, ശരീരത്തിന്റെ അഴുക്കൊന്നും കളയുന്നതിനായിട്ടല്ല. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ ആ പെട്ടകത്തിലൂടെ കയറി, അത് സ്നാനത്തിനൊരു മുൻകറി എന്നാണ് വായിക്കുന്നത്. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരും ദൈവത്തിന്റെ ആലോചനയായ സ്നാനം സ്വീകരിക്കാതെ തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി കളഞ്ഞെന്ന് വായിക്കുന്നു. യേശുവിന്റെ കൽപ്പനയാണ് സ്നാനം. യേശു കാണിച്ചെന്ന മാതൃകയാണ് സ്നാനം. സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ അന്ത്യ കൽപ്പനയാണ് നിങ്ങൾ ബാപ്റ്റിസം കൊടുക്കണം. ആർക്ക്? ആമേൻ, വിശ്വസിക്കുന്നവർക്ക്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൊടുക്കണം സ്നാനം. എന്നിട്ട് അവരെ കളയണമെന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനർ സ്ട്രോങ് ആയിരിക്കണം. അല്ലാതെ വിശ്വാസികളുടെ ആ വാക്യം ഏതാ സഹോദരി എന്ന് തപ്പിച്ചോദിക്കുന്ന ആളല്ല. സ്തോത്രം. അതിനർത്ഥം നിങ്ങൾക്ക് ഓർമ്മക്കുറവ് വന്നാൽ ചോദിച്ചുകൂടാഴികയിൽ നിന്നല്ല. ആമേൻ. അത് ലീഡ് ചെയ്യുന്ന ആളിന്റെ അതിരത്തിൽ അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം സിസ്റ്റമാറ്റിക്കലായി പഠിപ്പിച്ച് അവരുടെ ജീവിതവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് നല്ല സമർപ്പണത്തിലും പ്രതിഷ്ഠയിലും വരത്തക്കോണം വചനം പഠിപ്പിക്കണം. അവരാണ് ദൈവസനെ തീരുമാനമെടുക്കേണ്ടത്. സ്തോത്രം. തീരുമാനമെടുക്കുമ്പോൾ ഓർക്കോണം, എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ശരിയായ സമർപ്പണം. ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നിട്ട് മാത്രമേ ബാപ്റ്റിസം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് വായനയിലൂടെ അദ്ദേഹം കർത്താവിനെ കണ്ടെത്തുന്നു. ആഫ്രിക്കയിലെ ആദ്യത്തെ മിഷണറി ആയിട്ട് പോകുന്നത് ഷണ്ണനാണ്. സ്തോത്രം. ആമേൻ. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വ്യത്യസ്തമായ മിനിസ്ട്രിക്കായിട്ട് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുക. ഒരിക്കലും നിങ്ങൾ ഒരു ഒരു ആക്സിഡന്റിലി നിങ്ങൾ എത്തിയതല്ല. ദൈവമാണ് നിങ്ങളെ ആ സ്ഥലത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമാണ് എന്നെ ഈ സ്ഥലത്ത് ആക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസോടെ ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുക്കാമല്ലോ നിങ്ങൾക്കല്ലേ. സ്തോത്രം. മൂന്നാമത്, അതെ, അറിവിലൂടെ കാത്തിരുന്നവരുണ്ട്. അറിവെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അനൗൺസ്മെന്റിലൂടെയോ സന്ദേശങ്ങൾ കൈമാറുന്നതിലൂടെയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. ഞങ്ങൾ ഒരിക്കൽ നജർ 2 എന്ന് പറയുന്ന ഒരു കപ്പൽ ആൻഡമാൻസിന്റെയും മദ്രാസിന്റെയും പോർട്ട് ബ്ലെയറിന്റെയും ഇടയ്ക്കുള്ള ഏതാണ്ട് ഒരു 600 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആ കപ്പൽ മുങ്ങിപ്പോയി. ഹർഷവർദ്ധൻ എന്ന കപ്പലിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രാത്രി 1:30 മണിയായപ്പോൾ ഒരു കൂട്ട അലാമുണ്ടാകും. ചാടി എഴുന്നേറ്റു. ചീഫ് പർസർ ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ. ഞങ്ങൾ ചോദിച്ചു, എന്താണ് സാർ ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ കൂട്ടമണി വന്നത്? പറഞ്ഞു, നജർ 2 എന്ന കപ്പൽ ഇവിടെയാണ് മുങ്ങിത്താണുന്നത്. അപ്പോഴാണ് നമുക്ക് ആ കാര്യത്തിന്റെ അറിവുണ്ടായത്. സഹോദരങ്ങളെ, അറിവിലൂടെ അന്വേഷിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താ? ശമര്യക്കാരത്തിയായ സഹോദരി പറയാനിടയായി തീർന്നു, മശിക വരും എന്ന് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം. അവൻ വരുമ്പോൾ സകലതും അന്വേഷിക്കും, അതെ, അറിയിച്ചു തരും. അപ്പോൾ അറിവിലൂടെ, പുസ്തക വായനയിലൂടെ, ദർശനത്തിലൂടെ ഒക്കെ അറിയുന്നവരുണ്ട്. മറ്റൊരാളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രാർത്ഥനയിലൂടെ കാത്തിരിക്കുന്ന ആളുകൾ. പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിന്റെ ഇടയിൽ ദൈവം പലരെ അയക്കാറുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്
പോർട്ട് ബ്ലെയറിൽ ചർച്ച് മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ അവിടെ കരിസ്മാറ്റിക് മൂവ്മെന്റ്, കാത്തലിക് സഹോദരങ്ങൾ വലിയ പള്ളിയിൽ അവിടെ പ്രോഗ്രാം നടത്തി ഒരാഴ്ച കഴിഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ പല ഗ്രൂപ്പുകൾ അവിടെ പ്രേയറിനുണ്ടായി. പക്ഷേ ഇവര് പ്രാർത്ഥന നടത്തുമെങ്കിലും ദൈവവചനം പറയാൻ ആളില്ല. സ്തോത്രം. എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് ദൈവവചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങളൊക്കെ ഇത് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഏറിയ ദിവസങ്ങൾ പല സന്ദർഭങ്ങളിൽ അവരോടൊക്കെ ദൈവത്തിന്റെ വചനം പറയാനും, പിന്നത്തേതിൽ പലരും കർത്താവിന്റെ സന്നിധിയിൽ സ്നാനപ്പെട്ട് വേർപെട്ട് കർത്താവിനെ ആരാധിപ്പാനും, അതിൽ പലരും ഇന്ന് കർത്താവിന്റെ വേലയിലുണ്ട് എന്നുള്ളതും ഒരു സന്തോഷമുള്ള ഒരു കാര്യം. ദൈവത്തിന് സ്തോത്രം. ലുദിയ തുയത്തയ്യ പട്ടണക്കാരത്തിയാണ്, പക്ഷെ ബിസിനസ്സിന് വേണ്ടി എവിടെ വന്നിരിക്കുകയാണ്? ഫിലിപ്പിയ പട്ടണത്തിൽ വന്നിരിക്കുകയാണ്. ഫിലിപ്പ് രണ്ടാമൻ രാജാവിന്റെ കാലത്ത് പണിത ഒരു പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം. റോമക്കാരായ ആളുകൾ ധാരാളം കുടിയേറി പാർക്കുന്ന സ്ഥലമാണ് ഫിലിപ്പിയ പട്ടണം. സ്തോത്രം. പൗലോസ് 2 സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ആത്മാവ് വിലക്കിയെന്നും സമ്മതിച്ചില്ല എന്നും നമ്മൾ അവിടെ വായിക്കുന്നു. എന്നാൽ അർദ്ധരാത്രിയായപ്പോൾ താനൊരു സ്വപ്നം കാണും. എന്താണ് സ്വപ്നം? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്നു നിന്നുകൊണ്ട് പറയുന്നു, കം ആൻഡ് ഹെൽപ്പ് us, വന്ന് ഞങ്ങളെ സഹായിക്കാം. സീ വിഷൻ. സ്തോത്രം. നോക്കുക, അവിടേക്ക് സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് ഉറച്ചു. ഐ വാണ്ട് ടു എൻകറേജ് യു എവ്രിവൺ, ബി സ്ട്രോങ് യുവർ വിഷൻ. നിങ്ങൾക്ക് ദൈവം ഇന്നലകളിൽ നൽകിയ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ഉറയ്ക്കണം. കഴിഞ്ഞ ദിവസം സാബ് ടെസ്റ്റ് മണി പറയുമ്പോൾ, അതുപോലെ തൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവൾ ടെസ്റ്റ് മണി പറയുമ്പോൾ, 30 years ബാക്ക് ദൈവം പറഞ്ഞിരുന്നു കർത്താവിന്റെ വേല ചെയ്യണം, ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. പക്ഷേ ഇന്ന് സെമിനാരി സൗബ്രതന്റെ വീട്ടിലായി, വിരൽത്തുമ്പിലായി. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ആരോ എന്നെ വിളിച്ചിട്ട് മെസ്സേജ് പറഞ്ഞു, ഈ സെമിനാർ, അതെ ജിബിയാണ് ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, റൈറ്റ്, സർമണിലും പറഞ്ഞു, എനിക്ക് വേണ്ടി മാത്രം തുടങ്ങിയ സെമിനാരിയാണ് ഇത്. ഒരാളുടെ സാക്ഷ്യമല്ല. ഈ കഴിഞ്ഞ നമ്മുടെ ഈ മാർച്ചിലെ സെമിനാരിയിൽ ഗ്രാജുവേറ്റ് ചെയ്തവരിൽ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് വേണ്ടി തുടങ്ങിയ സെമിനാരിയാണ്, എനിക്ക് വേണ്ടി തുടങ്ങിയ സെമിനാരിയാണ്. അതിനകത്തൊരു രസം എന്ന് പറയുന്നത്, 15 വർഷത്തിന് മുമ്പ് മണക്കാല സെമിനാരി ചെന്നിട്ട് ഇന്റർവ്യൂവിന്, അന്നത്തെ കാലത്ത് ഒരുപാട് പേര് വരും, കുറച്ചു പേരെ മതി, അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്തു പോയ ആളാണ്. അപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടു, പൊന്നു സാറേ, ഞാനവിടെ പഠിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്ന, പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ കാത്തിരുന്നത്. ഇപ്പൊ എനിക്ക് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചാൽ ദൈവം അതിന് അവസരം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവം വിശ്വസ്തനാണ് സഹോദരങ്ങളെ, ദൈവം വിശ്വസ്തനാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു, അതെ, ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി, അതെ, പ്രൊഫഷണൽ ആളുകളെ ദൈവം ഈ എൻഡ് ടൈമിൽ ഉപയോഗിക്കുന്ന ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായി, ആരിലും ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി നന്നായി പ്രയോജനപ്പെടുന്ന വിധത്തിൽ പരിശുദ്ധാത്മാ നിങ്ങളെ ഉപയോഗിക്കുന്ന സമയങ്ങളും കാലങ്ങളും വരികയാണ്. അതിനാണ് നിങ്ങൾക്ക് ഇപ്രകാരമുള്ള പരിശീലനങ്ങൾ ദൈവാത്മാവ് ഒരുക്കാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. നോക്കുക, പ്രാർത്ഥിക്കുന്ന ലുദിയായുടെ അരികിലേക്ക് നമ്മൾ കാണുന്നത്, ആത്മാവ് പറഞ്ഞയച്ചു ഫിലിപ്പിയ പട്ടണത്തിൽ. പിന്നെ നമ്മൾ വേറെ മെസ്സേജ് കാണുന്നത്, പ്രാർത്ഥനാ സ്ഥലം അവിടെ എവിടെയും കാണുമെന്ന് വിചാരിച്ച് പൗലോസും ശീലാസും അന്വേഷിച്ചിറങ്ങുകയാണ്. നമ്മൾ നേരത്തെ കേട്ടു, ആത്മാക്കളെ തേടിയിറങ്ങുക, ആത്മാക്കളെ തേടിയിറങ്ങുക. പുറവയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ മലബാറിൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോൾ ഞാൻ സഹോദരന്മാരോട് പറഞ്ഞു, ബാ, ഈ കാണുന്ന നടപ്പാതയിലൂടെ നമുക്ക് അങ്ങ് പോകാം. അവര് പറഞ്ഞു, ചിലർ പറഞ്ഞു, സാറേ ഇവിടെ എല്ലാം കശുമാത്തോട്ട് ഇവിടെ കാണാൻ ആളുണ്ട്. ഞാൻ പറഞ്ഞു, പോകാം. ചെന്നപ്പോൾ അമ്മച്ചിയുടെ പിക്ചർ എൻ്റെ കയ്യിലുണ്ട്, നമ്മൾ എപ്പോഴേലും ഞാനത് കാണിക്കാം. ഒരു 80 വയസ്സുള്ള അമ്മച്ചി, സ്തോത്രം,
ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അമ്മച്ചിയോട് വചനം പറയാൻ വലിയ പ്രേരണ. അന്നേരം അമ്മച്ചി എന്നോട് പറയുക, 25 വർഷത്തിനു മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഇവിടെ ആരും വരത്തില്ല, എനിക്ക് സ്നാനപ്പെടാൻ കൊതിയാണ്. ഹാ, സ്തോത്രം. അമ്മച്ചിയെ ഞാൻ പിന്നീട് സ്നാനപ്പെടുത്തി. സ്തോത്രം. സഹോദരങ്ങളെ, അന്വേഷിച്ചിറങ്ങുക. ദർശനത്തിലൂടെ അന്വേഷിക്കുന്നവരെ നിങ്ങൾ കണ്ടെത്തേണ്ടതിനായി പ്രാർത്ഥിക്കണം. വായനയിലൂടെ അന്വേഷിക്കുന്നവരെ കണ്ടെത്തേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലൂടെ അന്വേഷിക്കുന്നവരെ കണ്ടെത്താൻ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്നുള്ള താല്പര്യത്തോടുകൂടി അന്വേഷിച്ചിറങ്ങുമ്പോൾ ചർച്ചില്ല, ചർച്ച് ബിൽഡിംഗ് ഇല്ല, ഇടയനില്ല, കമ്മിറ്റിയില്ല, ആരുമില്ല. ബിസിനസ്സുകാരിയായ ഒരു സഹോദരി, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ചില സഹോദരിമാരെ കൂട്ടിക്കൊണ്ട്, ആലയമില്ലാത്തത് കൊണ്ട് ആരാധന വേണ്ടെന്നല്ലായിരുന്നു അല്ലേ? സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥിക്കാനും ആരാധിക്കാനും മനസ്സുള്ളവൻ മരച്ചുവട്ടിലിരുന്നാന്നേലും ആരാധിക്കും. സ്തോത്രം. അവൻ പാർക്കിൽ പോയിരുന്നാന്നേലും പാട്ടുപാടി സഹായവും നടന്നു. സ്തോത്രം. നിങ്ങൾ ഓർത്തിരിക്കണം, എല്ലാ സെറ്റപ്പും വന്നതിന് ശേഷം കൂട്ടായ്മ തുടങ്ങാമെന്നൊരു ചിന്ത നിങ്ങൾക്ക് പാടില്ല. നീൽ ഡൗൺ. നിങ്ങൾ സ്തോത്രം 5 പൗണ്ട് കൊടുത്തൊരു പാ മേടിക്കുക, അല്ലെ കാർപ്പറ്റ് മേടിക്കുക, അത് വണ്ടിയുടെ പുറകിൽ എടുത്തിട്ട് സ്തോത്രം വല്ലപ്പോഴും ഒരു പാർക്കിൽ പോയി അത് വിരിച്ചിട്ടേച്ച് അവിടെ മുട്ടുകുത്ത്. നീൽ ഡൗൺ ദയർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മുട്ടുകുത്തുക അവിടെ. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളും ഒരുമിച്ച് മുഴങ്കാലിൽ നിന്ന് നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അശാരി ഉപദേശി അമേരിക്കയിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ സ്വീകരിപ്പാൻ ആരുമില്ലായിരുന്നു. താൻ എയർപോർട്ടിൽ നിന്ന് ഒച്ചത്തിൽ 4 അല്ലേലിയ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ആ അല്ലേലിയ കേട്ട ഉടനെ 4-5-6 പേര് അടുത്തുകൂടി. അനേക വർഷങ്ങൾ UNA പ്രസംഗിച്ച മനുഷ്യനാണ്. സ്തോത്രം. ആശാരി ഉപദേശി. അപ്പോൾ ഹല്ലേലൂയയുടെ ശബ്ദം കേട്ടപ്പോൾ ഓടി 4-5 പേര് അടുത്ത് വന്നു. ഉപദേശിയാണോ? ആണോ. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, എനിക്കിവിടെ ആരുമില്ല. അതിനെന്നാ, ഞങ്ങളിപ്പം 4-5 പേരായില്ലേ, പോരാ. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹത്തെ പിന്നീട് UNA പ്രസംഗിക്കാൻ വിളിപ്പാനിടയാൻ. സഹോദരങ്ങളെ, നിങ്ങൾ ആയിരിക്കുന്ന ദേശം ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടും ക്ലൈമറ്റ് നോക്കി അമ്മേ നിങ്ങൾ പോകുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പുഴപ്പൊക്കത്ത് ചെന്നപ്പോൾ ഇതാ ലുദിയായും കുറച്ച് സൗകര്യമാരിന്ന് പ്രാർത്ഥിക്കുകയാണ്. പോളും ശീലാസും അവരുടെ കൂടെ കൂടുന്നു. സ്തോത്രം. അവിടെ ജ്ഞാനായ ആണോന്നോ കത്തോലിക്കയാണോന്നോ ഓർത്തഡോക്സ് ആണോന്നോ വല്ലതും ആണോ ചോദിച്ചേ? നോ. പ്രേയിങ് പീപ്പിൾ. സ്തോത്രം. ക്രിസ്തുവിന്റെ ഹൃദയമുള്ള അവരോട് ചേർന്ന് മുട്ടുകുത്തുകയാണ്. പക്ഷേ പൗലോസിനെ ദൈവാത്മാവ് ലീഡ് ചെയ്യുന്നു. പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. വചനം പറഞ്ഞപ്പോൾ ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. അതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്നത് എന്താണ്? താൻ പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് ലുദിയ എന്ന ദൈവഭക്തയായ ഒരു സ്ത്രീ, രക്ഷിക്കപ്പെട്ടയല്ല അല്ലേ, പക്ഷെ ആള് ദൈവഭക്തയാണ്. മനസ്സിലായല്ലോ? ലുദിയ രക്ഷിക്കപ്പെട്ടയല്ല, പക്ഷെ അവൾ ദൈവഭക്തയായിരുന്നു. അപ്പൊ ദൈവഭക്തയായ ആളുകൾക്ക് വചനം കേൾക്കാൻ ദാഹം ഉണ്ടാവും. സ്തോത്രം. വചനത്തെ തള്ളിയിട്ട് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന പ്രാർത്ഥനക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദേ ആർ നോട്ട് ബിലോങ്സ് ടു ഗോഡ്. പാരമ്പര്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർക്ക് ദൈവമായി കൂറില്ല. വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരുണ്ടോ? ദൈവവചനത്തെ കൈക്കൊള്ളുന്നവരുണ്ടോ? ദൈവവചനം കേൾക്കാൻ ദാഹമുള്ളവരുണ്ടോ? ഓർത്തുകൊള്ളണം, അവര് കർത്താവിനുള്ളവരാണ്. സ്തോത്രം. അവരുടെ ഹൃദയം ദൈവം തുറന്നു. ദൈവം തുറന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് അവിടെ ഉള്ളിൽ സ്പേസ് ആയി. ഉടനെ അവൾ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ കർത്താവിൽ എന്നെ വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ. അപ്പോൾ എന്താണ് ക്രിസ്തീയ ജീവിതം? വിശ്വസ്തതയുള്ള ജീവിതമാണ്. ഭർത്താവ് ഭാര്യയോട് വിശ്വസ്ത പാലിക്കണം, ഭാര്യ ഭർത്താവിനോട് വിശ്വസ്ത പാലിക്കണം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് വിശ്വസ്ത പാലിക്കണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് വിശ്വസ്ത പാലിക്കണം. സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ അപ്പനോടും അമ്മയോടും നിങ്ങൾ വിശ്വസ്ത പാലിക്കണം. നിങ്ങളുടെ സൊസൈറ്റിയോട് നിങ്ങൾ വിശ്വസ്ത പാലിക്കണം. നിങ്ങളുടെ കമ്പനിയോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. സ്തോത്രം. നിങ്ങൾക്ക് $2000 അവർ തരുന്നെങ്കിൽ നിങ്ങൾ
കുറഞ്ഞത് ഒരു $15,000 പണി അവിടെ ചെയ്യണം. ഇതാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ഷായി പാസ്റ്ററെ ഞങ്ങളെ കൊല്ലാനാണ് ഇത്. ഇല്ല, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ സമർപ്പണം അവർ കാണുമ്പോൾ, സ്തോത്രം. പണ്ട് എഡുമൂത്ത് SI ആയാൽ ഇടിക്കേണ്ട ഇടി ഒത്തൊന്ന് നോക്കി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസ്തരാകുമ്പോൾ നാളെ നിങ്ങൾ മെന്റർ ചെയ്യുന്നവരായിത്തീരും. നിങ്ങൾ ട്രെയിനറായി മാറും. നിങ്ങൾ അതിന്റെ ഹെഡിലേക്ക് ദൈവം കൊണ്ടുവന്ന് ഇരുത്തുമെന്നേ. സ്തോത്രം. അധികം കഷ്ടപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. ദൈവം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും, നിങ്ങളെ ആദരിക്കും. സ്തോത്രം. സ്റ്റെപ്പ് ഡൗൺ അല്ല, സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരും. ഓക്കെ. അപ്പോൾ അവൾ മനസ്സിലാക്കിയത് ക്രിസ്തീയ ജീവിതം കളിപ്പീരിന്റെ ജീവിതമല്ല, വിശ്വസ്ത ജീവിതമാണ്. അവരുടെ വീട് തുറക്കപ്പെടുന്നു, അവിടെ സഭായോഗം ആരംഭിക്കുന്നു. പിന്നത്തേതിൽ ക്ലേമന്റ്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് വരുന്നു, യുവോദിക വരുന്നു, സുന്ദുക വരുന്നു. ഫിലിപ്പിയ ലേഖനം നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്തോത്രം. കാരാഗൃഹ പ്രമാണി അവിടുത്തെ സ്ട്രോങ് ബിലീവറായി മാറി. എന്താണ്? പ്രാർത്ഥനയിലൂടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാനായിരിക്കുന്ന ഈ ദേശത്ത്, സ്തോത്രം, ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുടെ ഭവനത്തിൽ എന്നെ അയക്കണമേ. ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നവരുടെ വീട്ടിലേക്ക് എന്നെ അയക്കണമേ. സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് ദാഹിക്കുന്നവരുടെ ഇടയിൽ എന്നെ അയക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് അവരുടെ അരികിൽ നിങ്ങളെ എത്തിക്കും. സ്തോത്രം. മറ്റൊന്ന്, അഞ്ചാമത്തേത്, പ്രവചന നിവൃത്തി കാണാൻ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ട്. പ്രൊഫറ്റിക്കലായിട്ട് അന്വേഷിക്കുന്ന ആളുകൾ. എന്താണ്? നഥനയേൽ, സ്തോത്രം, കർത്താവിന്റെ വരവിനെ കുറിച്ച് അതാ താൻ പറയുന്നത്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് താനിങ്ങനെ ചോദിക്കും. ഞങ്ങൾ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാനിടയായി തീർന്നു. ഓക്കെ, പ്രൈസ് ഗോഡ്. ഇനി മാത്രമല്ല, നമ്മൾ കർത്താവിനെ ഇങ്ങനെ പേര് ചാർത്തേണ്ടതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ 2-ാമത്തെ അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 25-26 വാക്യം ഒരാൾ വായിച്ചാട്ടെ. യെരുശലേമിൽ, Luke chapter 2 verse 25 and 26. യെരുശലേമിൽ വായിച്ചോ സിസ്റ്റർ, വായിച്ചോ. യെരുശലേമിൽ ശിമയോൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പ്രവചനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 5 വിധത്തിലുള്ള ആളുകൾ ദൈവത്തെ അന്വേഷിക്കുന്നു. അപ്പൊ ദിശ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. എന്താണ്? സ്തോത്രം. അതിൽ ഒന്ന് നമ്മൾ കണ്ടു, ദർശനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ, കൊർന്നലിയോസ് തുടങ്ങിയവർ. പിന്നെ വായനയിലൂടെ അന്വേഷിക്കുന്നവർ, ഷണ്ണൻ. അറിവിലൂടെ അന്വേഷിക്കുന്നവർ, ശമരിയാക്കാരത്തിയെ പോലെയുള്ളവർ. 4, പ്രാർത്ഥനയിലൂടെ കാത്തിരിക്കുന്നവരുടെ ഇടയിൽ അന്വേഷിക്കുന്നവരായ ആളുകൾ, ലുദിയ പോലെ. 5, പ്രവചന നിവൃത്തി കാണാൻ നോക്കിയിരിക്കുന്നവരെ പോലുള്ള ആൾ. അപ്പൊ ഇവരെ എല്ലാവരെയും തേടി ഇറങ്ങിയത് കൊണ്ടാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ആമേൻ. ദൈവശബ്ദം കേട്ട് ശിമോന് അരുളപ്പാടുണ്ടാകുന്നു, ഞാൻ ഇവരെ അയച്ചതാകുന്നു, സംശയിക്കാതെ അവരുടെ കൂടെ പോവുക. അപ്പൊ അവരെ തേടി ഇറങ്ങിയത് കൊണ്ടല്ലേ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്.
ദൈവാത്മാവിനെ അനുസരിച്ചത് കൊണ്ടല്ലേ ഷണ്ണന് ബാപ്റ്റിസം കൊടുക്കുവാനായിട്ട് ഫിലിപ്പോസിന് കഴിഞ്ഞത്? അപ്പോൾ ദൈവം ഒരാളെ സന്ദർശിക്കുമ്പോൾ ആ ആളിനെ ദൈവകൃപയിലേക്ക് നയിക്കാൻ ഉപയോഗിക്കപ്പെടുന്നതിൽ ഒരു ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി പറയണം. Praise the Lord. കർത്താവ് ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ ദേശത്ത് ദൈവവിളിയുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് കർത്താവ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. സ്തോത്രം. 33.5 കിലോമീറ്റർ നടന്നാണ് യേശു ശമരിയക്കാരത്തിയുടെ അരികിൽ വരുന്നതെന്ന് ഓർക്കണം. സോ സംടൈം നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, ക്ഷീണിക്കേണ്ടി വരും, തളരേണ്ടി വരും. പക്ഷേ നമുക്ക് ആത്മാക്കളെ കാണാനായിട്ട് ദൈവം അവസരം നൽകും. സ്തോത്രം. ലുദിയ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവം നൽകിയ വിഷൻ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ഒരു ഗ്രൂപ്പ് ഒരു ദേശത്തുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവം നിങ്ങളെ അവിടെ അയക്കും. ദൈവം നിങ്ങളെ അവിടെ അയക്കും. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് പിന്നാലെ സൂചിപ്പിക്കാം. അടുത്തത് 5-ാമത്തത് പ്രവചന നിവർത്തിക്കായി. സ്തോത്രം. പ്രവചന നിവർത്തിക്കായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. സോ ഇന്ന് രാത്രിയിൽ നാം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഈ തിരുവചനത്തിന് മുമ്പിൽ നമ്മളെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവെ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങൾ നിറവേറണമേ, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറണമേ. ഞങ്ങളിലൂടെ ചില കുടുംബങ്ങൾ വിടിവിക്കപ്പെടുവാൻ കർത്താവിന്റെ വചനം പറയുന്നു, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവരുണ്ടെങ്കിൽ അധൈര്യപ്പെടേണ്ട. കർത്താവ് നിങ്ങളിലൂടെ കുടുംബത്തിലുള്ള ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ വിടുവിച്ചെടുക്കുന്ന സമയം വരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ധൈര്യപ്പെടുക, ആത്മാവിൽ ശക്തിപ്പെടുക, വൻകാര്യങ്ങൾ ചെയ്യുവാനായി ഒരുങ്ങിക്കൊള്ളുക. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഷൈല സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. സിസ്റ്റർ ഷൈല. Oh, Jesus. Thank you, Lord. 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 Okay. Praise God. Thank you, Jesus. ജസ്റ്റിലെ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം മാസ്റ്റർ. Thank you. ഓക്കെ. കർത്താവേ, നല്ല ദൈവമേ, സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ മധുരമായ നിന്റെ വചനം കേൾപ്പാൻ, നിന്റെ വചനം തേനിലും തേൻകട്ടിയിലും മധുരമുള്ളതാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം നിന്റെ സന്ധ്യയിൽ നിൽപ്പാൻ, ഹല്ലേലൂയ, നിന്റെ വചനം കേട്ട് കർത്താവെ ശക്തി പ്രാപിപ്പാൻ, കർത്താവെ വചനം അന്വേഷിക്കുന്നവരെ കുറിച്ച്, ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ച്, ജീവിതത്തിലുള്ള ആൾക്കാരെ കുറിച്ച് വിധത്തിലൂടെ കർത്താവിനെ അന്വേഷിക്കുന്നത് മനസ്സിലാക്കുവാൻ തക്കണം ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഭാവി ജീവിതത്തില് ഹല്ലേലൂയ ക്രിസ്തീയ ദർശനത്തിലൂടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾക്കത് ഉപകാരപ്രദമായി മാറുവാൻ, ഹല്ലേലൂയ വചനം, ഹല്ലേലൂയ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ തക്കണം ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്നു അപ്പച്ച, അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ വൈകിയ സമയം വരെയും കർത്താവേ നിന്റെ വചനമായി ഏൽപ്പാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് കടുത്തിരിക്കുന്ന ദയക്കായി അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നപ്പ. ആരോഗ്യത്തോട് ഞങ്ങളെ പരിപാലിക്കണം. അടുത്ത നിമിഷം വരെയും കർത്താവെ, ഒരുമിച്ച് കൂടും വരെയും നിന്റെ കൃപയിൽ നടത്തിക്കാട്ട് കർത്താവെ. നിന്റെ വചനത്തിലെ കൂടുതൽ സ്ഥിരമാക്കപ്പെടുവാനും കർത്താവെ ജീവനിൽ വാഴുവാനും കർത്താവെ ഹല്ലേലൂയ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പൊ അവിടുന്ന് സഹായിച്ചാട്ടെ. കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ. ആമേൻ. സന്തോഷ് തെറ്റാതെ ആശീർവാദം പറയണം. ഇല്ലെങ്കിൽ ബൈബിളിലെ കൊരിന്ത്യർ ലേഖനത്തിലെ 2 കൊരിന്ത്യർ അവസാനത്തെ അധ്യായം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. വെരി ഗുഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
മോർണിംഗിൽ നമുക്ക് കർത്താവിനെ വെച്ച് വീണ്ടും കാണാം. പ്രാർത്ഥനയോട് പിരിയാം. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. Amen. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. Thank you so much. Thank you, Pastor. God bless you. Amen. Thank you. Thank you. Amen.